السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام المتفضل على عباده بالإحسان والإنعام. أحمده حمد من قال ربي الله ثم استقام. الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. അനുഗ്രഹീതമായ ഒരു മാസം നമുക്കുമേൽ തണൽ വിരിച്ചിരിക്കുകയാണ്. റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അനുഗ്രഹങ്ങളുടെ പെരുമഴ വർഷിക്കുന്ന വസന്തകാലം. സുഹൃതങ്ങൾ അനുഷ്ഠിച്ച് പരലോകത്ത് രക്ഷപ്പെടാനുള്ള സുവർണാവസരം. റമളാനിന്റെ നിയമമാക്കപ്പെട്ടുകൊണ്ടുള്ള കൽപ്പന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് തീർത്ഥാടനം നടത്തി മദീനയിലെത്തി ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ വിടാൻ തുടങ്ങിയപ്പോഴാണ് ഹിജ്റ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടുകൊണ്ടുള്ള കൽപ്പന ഇറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പിന്റെ പരിസമാപ്തി നിങ്ങൾ തഖ്വയുള്ളവരായി മാറുന്നതിനു വേണ്ടിയാണ് നിങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ആ പരിശുദ്ധ വചനം അവതീർണമാകുന്നത്. റമളാനിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ അധ്യക്ഷ സംസാരം നിർവഹിച്ച മാഷ് പറഞ്ഞതുപോലെ കുറ്റമറ്റ ഒരു നോമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കേണ്ടത് ആ വിഷയത്തിന്റെ ഗൗരവത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ ഒരു വ്രതം പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധ്യമാവണമെങ്കിൽ നമ്മിലേക്ക് കടന്നു വരുന്ന അതിഥിയുടെ മഹത്വവും വലിപ്പവും പ്രാധാന്യവും പ്രത്യേകതയും സവിശേഷതയും വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അതിഥിയെ വരവേൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മിലേക്ക് കടന്നു വരുന്ന അതിഥിയുടെ മഹത്വവും പ്രാധാന്യവും ഞാൻ സംസാരിക്കാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മിലേക്ക് വരുന്ന ഒരു അതിഥിയുടെ വലിപ്പം അറിയുമ്പോഴാണ് ആ സ്വീകരണത്തിന്റെ ഊഷ്മളതയും അതിന്റെ സത്യസന്ധതയും പ്രത്യേകതയും നമുക്ക് അനിവാര്യമായി മാറുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരല്പസമയം മറ്റെല്ലാ ഭൗതിക ചിന്തകളും മാറ്റിവെച്ച് നോമ്പിനെ കുറിച്ച് പഠിക്കാൻ, നോമ്പിന്റെ പ്രത്യേകതയും അതിന്റെ മഹത്വവും ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അനാവരണം ചെയ്യപ്പെടും. നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ മാനവികവും മനഃശാസ്ത്രപരവും പ്രായോഗികവുമായ തലം എന്ത് എന്ന് പ്രാമാണികമായി നമ്മളൊരല്പനേരം ചർച്ച ചെയ്യും. അതോടൊപ്പം നോമ്പിന് അള്ളാഹു നൽകിയ മഹത്വവും പ്രാധാന്യവും എത്രത്തോളമുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ എന്താണ്,
ഒരാൾ നോമ്പെടുക്കാൻ ബാധ്യസ്ഥനാകുന്നത് എപ്പോഴാണ്? അയാൾ ബാധ്യസ്ഥനായതിനു ശേഷം നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി നോമ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ തിരുവചനങ്ങളിലും നിറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ഒരല്പനേരം ഇൻഷാ അല്ലാഹ് ഈ വിജ്ഞാനവേദിയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഒരു ഭാരം നമ്മുടെ ചുമലിൽ നമ്മളെ കൊണ്ട് വഹിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് വലിയ ഒരു ടാസ്കായി, വമ്പിച്ച ഒരു ചലഞ്ചായി, ഇതൊരു പീഡനമായി തോന്നിയേക്കാം. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറയുന്നത് വളരെ ലളിതവും അയാളിൽ ഒരുപാട് മൂല്യങ്ങളെ നട്ടുവളർത്തുന്ന വമ്പിച്ച ഒരു ആരാധനയും ആത്മസംസ്കരണത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഒരു വിശ്വാസിയെ കൊണ്ടുപോകുന്ന അത്ഭുതകരമായ ആരാധനയാണ് നോമ്പ് എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാവും. നമുക്ക് അറിയുന്നത് പോലെ ഇസ്ലാം മുന്നോട്ട് വെച്ച ഏത് ആരാധനകളാവട്ടെ അതിൻ്റെയൊക്കെ പിറകിൽ കൃത്യമായ ഒരു ലക്ഷ്യം നിറവേറപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് കൊട്ടും കുരവയും വാദ്യവും ചെണ്ടമേളങ്ങളും കള്ളുകുടിച്ചു തുള്ളലും സിനിമാറ്റിക് ഡാൻസും മതം പൊട്ടി ആടലും ഒന്നുമല്ല. ഇസ്ലാമിന്റെ ആരാധന എന്ന് പറയുന്നത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നമസ്കാരം എന്ന ആരാധനയുടെ ലക്ഷ്യമെന്താണ്? ആത്മസംസ്കരണമാണ്. വീടിന്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുമ്പോൾ 5 നേരവും അതിൽ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരല്പം പോലും അഴുക്ക് ബാക്കിയാവാത്തതുപോലെ 5 നേരത്തെ നമസ്കാരം മനുഷ്യന്റെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുകയും ആത്മസംസ്കരണത്തിന് വിധേയമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്നും ലൈംഗിക തിന്മകളിൽ നിന്നും മനുഷ്യനെ നമസ്കാരം തടഞ്ഞു നിർത്തുമെന്നാണ്. അത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ അകക്കാമ്പുകളെ അന്വേഷിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അതേപോലെ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് എന്നാണ്. അവരിൽ നിന്ന് നീ സക്കാത്ത് വാങ്ങിയെടുത്താൽ അത് അവരെയും അവരുടെ സമ്പത്തിനെയും ഒരുപോലെ സംസ്കരിക്കും എന്നതാണ്. അതിന്റെ സംസ്കരണത്തിന്റെ തലങ്ങൾ മറ്റൊരു വിഷയമാണ്. ഇതേപോലെ തന്നെയാണ് ഹജ്ജ്. ഹജ്ജിന് പോയി തിരിച്ചെത്തുന്ന ഒരു മനുഷ്യൻ ഒരു ഉമ്മ പ്രസവിച്ചിട്ട കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി തീരുന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിലെ കർമ്മങ്ങളും അതുമായി മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന സംസ്കരണങ്ങളുമൊക്കെ നമുക്കത് ലഭിക്കുന്നതാണ്. ഇതേപോലെ നോമ്പിന്റെ ലക്ഷ്യം സംസ്കരണമല്ല, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുക. അതാണ് നോമ്പിന്റെ പരിസമാപ്തിയിലൂടെ സംഭവിക്കാനിരിക്കുന്നത്. കുറ്റമറ്റ ആത്മാവുള്ള ഒരു നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ നോമ്പ് കഴിയുന്നതോടുകൂടി ഏറ്റവും സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഒരു നല്ല മനുഷ്യനിലേക്ക് പരിവർത്തിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന് മുമ്പിൽ നല്ല ഒരു നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും അയാൾ സമുദ്ധാരണത്തിനും ആത്മസംസ്കരണത്തിനും വിധേയനായി ഒരു തഖ്വയുള്ള മനുഷ്യനായി മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് നമുക്കത് കൈവരിക്കാൻ സാധിക്കുക എന്ന നോമ്പുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന അള്ളാഹുവിന്റെ വിളി അതൊരു സ്നേഹത്തിൽ ചാലിച്ച വിളിയാണ്. അതിലൊരു വെറുപ്പോ അതിലൊരു ഏതെങ്കിലും നിലക്കുള്ള വിഗണനയോ ഒന്നും കാണാൻ കഴിയില്ല. ഹേയ് സത്യവിശ്വാസികളെ എന്നതിൽ പണ്ഡിതന്മാർ പരിഗണനയുടെ സ്വരം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഭാരം അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അതിന്റെ തൊട്ടുവചനം ആശ്വാസത്തിന്റെ കുളിർക്കാറ്റാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തിനെ മാത്രം പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഏൽപ്പിച്ച ഒരു പീഡനത്തിന്റെ ആരാധനയല്ലാതെ പൂർവകാല സമൂഹങ്ങൾക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു.
അതേപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ആശ്വാസത്തിന്റെ കുളിർക്കാറ്റുണ്ട്. ഇനി അതുമല്ല, അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ നോറ്റാൽ മതി, അതും പകൽ മാത്രം നോറ്റാൽ മതി. അങ്ങനെയെങ്കിൽ 15 ദിവസം മാത്രമേ ഉള്ളൂ, പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കണക്കാക്കുമ്പോൾ പകൽ സമയത്ത് മാത്രം നോറ്റാൽ മതി എന്ന് പറയുമ്പോൾ, എണ്ണപ്പെട്ട ദിവസങ്ങൾ മതി എന്ന് പറയുമ്പോൾ അതിൽ ഒരു ലാഘവത്വത്തിന്റെ ആ ഒരു രുചിയുണ്ട്. ലഘുവാണ് നോമ്പ് എന്ന ഒരു അള്ളാഹുവിന്റെ ഒരു രുചിയെ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളോ അല്ലാഹു നോമ്പെടുക്കുന്നത് പ്രയാസകരമാകുന്ന സാഹചര്യത്തെ അംഗീകരിക്കുന്നു. ഇനി നോമ്പ് പ്രയാസകരമാകുന്ന വല്ല യാത്രയോ നോമ്പ് കഴിയാത്ത വിധത്തിൽ വല്ല രോഗമോ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നോറ്റ് വീട്ടിയാൽ മതി. ഇത് ഇളവിനെ കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ ചാലിച്ച് ആശ്വാസത്തിന്റെ കുളിർക്കാറ്റ് വീശി ലഘുവാണ് എന്ന ലാഘവത്വത്തെ അടയാളപ്പെടുത്തി ഇളവ് അനുവദിച്ചുകൊണ്ട് മാനവികവും മനഃശാസ്ത്രപരവും പ്രായോഗികവുമായി ഇത് സാധ്യമാകുന്ന ഒന്നാണ് എന്ന ബോധ്യപ്പെടുത്തലാണ് നോമ്പ് നിയമമാക്കപ്പെട്ടുകൊണ്ടുള്ള വാക്കുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് എന്നത് ഈ നോമ്പിന്റെ ഒരു പ്രായോഗികതയും അതിന്റെ പ്രത്യേകതയുമാണ്. നോമ്പ് ആരാണ് നോൽക്കേണ്ടത്? ആരുടെ നോമ്പാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക? അത് പ്രാമാണികമായി പണ്ഡിതന്മാർ അതിനെ ക്ലാസിഫൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നോമ്പെടുക്കുന്നത് മുസ്ലിമായിരിക്കണം. അഖിലാണ്ട മണ്ഡലങ്ങളെ പടച്ചുപോറ്റുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് വിധേയപ്പെട്ടുകൊണ്ടും അവനെന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു മുസൽമാനാണ് ഞാൻ. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ നോമ്പാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക. ഒരു മുശ്രിക്കിന്റെയോ ഒരു നിരീശ്വരവാദിയുടെയോ ഒരു നോമ്പും അള്ളാഹുവിന്റെ അടുത്ത് വില പോവുകയില്ല. രണ്ട്, പ്രായപൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ഋതുമതികളാവുക. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആർത്തവരക്തം ഉണ്ടാവലാണ് അവരുടെ പ്രായപൂർത്തി. അതോടുകൂടിയാണ് അവർക്ക് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മീശ മുളക്കുകയോ ഗുഹ്യരോമങ്ങൾ മുളക്കുകയോ ചെയ്യുക എന്നതാണ് ആൺകുട്ടികളുടെ പ്രായപൂർത്തിയുടെ ആ ഒരു തലം. അതുകൊണ്ട് ആ പ്രായമാകുന്നതോടുകൂടി ഇരു കൂട്ടർക്കും നോമ്പ് അള്ളാഹുവിന്റെ അടുത്ത് ഒഴിച്ചുകൂടാനാവാത്ത നിർബന്ധ ബാധ്യതയാണ്. എന്നാൽ ആ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിഷയത്തിൽ തിന്മയുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവർക്ക് അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയോ ശിക്ഷയോ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ നന്മയുടെ കാര്യത്തിൽ അള്ളാഹു ഔദാര്യവാനാണ്. കൊച്ചു കുട്ടികൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മങ്ങളാവട്ടെ അവർക്കതിന് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ നമ്മുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾ ഖുർആൻ പാരായണം ചെയ്തും നമസ്കരിച്ചും നോമ്പ് നോറ്റും വളരണം എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന നോമ്പടക്കമുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും അവർക്ക് പ്രതിഫലമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അവരെ നോമ്പ് നോൽപ്പിക്കണം. കുന്നാനുസവ്വിമു സുബിയാനന, സ്വഹാബത്ത് പറയാൻ, ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചുമക്കളെ നോമ്പ് നോൽപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ വിശന്ന് കരയുമ്പോൾ അവർക്ക് ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ കൊടുക്കുകയും അവരുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യും. അങ്ങനെ നോമ്പ് അവസാനിക്കുന്ന സമയം വരെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് നോമ്പ് നോൽപ്പിച്ചുകൊണ്ട് അവരെ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ നിലക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. എന്നാൽ നിർബന്ധമാകണമെങ്കിൽ അത് പ്രായപൂർത്തി എത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ബുദ്ധിയുള്ളവരായിരിക്കണം. ബുദ്ധി മന്ദീഭവിച്ചവർക്കോ മാനസിക നില തെറ്റിയവർക്കോ നോമ്പ് നിർബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ബുദ്ധി നോമ്പ് സ്വീകരിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാന മാനദണ്ഡമാണ്. മറ്റൊന്ന്, ഖാദിർ, ശാരീരികമായി രോഗമുക്തിയോ അതേപോലെ ആരോഗ്യമോ ഉള്ള ഒരവസ്ഥയിൽ ഉള്ളവരായിരിക്കണം. അവർക്ക് നോമ്പ് നിർബന്ധമാണ്. മറ്റൊന്ന്, മുഖീം, നാട്ടിൽ താമസിക്കുന്നവരായിരിക്കണം. യാത്രക്കാരാവേണ്ടതില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ താമസിക്കുന്ന ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ ശാരീരികമായി ശേഷിയുള്ള മുസ്ലിമായ ഒരു വ്യക്തിക്കാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത് എന്ന് ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
അതോടൊപ്പം തന്നെ ബുദ്ധിയോടൊപ്പം ശുദ്ധിയും ഉണ്ടായിരിക്കണം എന്നതാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഹൈള്, ആർത്തവരക്തം, നിഫാസ് തുടങ്ങിയ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉള്ള സമയത്ത്, അശുദ്ധിയുള്ള സമയത്ത് അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അലൈസ ഇദാ ഹാലത് ലം തസും വലം തുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹോദരി അവർക്ക് ഹൈളുണ്ടായാൽ അവർ നോമ്പെടുക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അവസ്ഥകളുള്ള എല്ലാവരും നോമ്പെടുക്കുക എന്നത് നിർബന്ധമാണ്. നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമികമായി പ്രധാനമായും അതിന് 4-5 ഘടകങ്ങൾ ചേർന്നു വരുമ്പോഴാണ് ഒരാളുടെ നോമ്പ് സ്വീകരിക്കപ്പെടുക. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുമാണ്. ഏതൊരു വിഷയത്തിന്റെയും സ്വീകാര്യത ഉറപ്പുവരുത്താതെ ഒരു യാന്ത്രിക കർമ്മം കൊണ്ട് നമ്മുടെ നോമ്പുകൾ അള്ളാഹുവിന്റെ അടുത്ത് വില പോവില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ഇത് ഒരു സ്വാഭാവികമായി ബോധപൂർവം നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് എന്നും അതിന് കൃത്യമായ അടുക്കും ചിട്ടയും അച്ചടക്കവും നടപടിക്രമങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആ നിലക്ക് തന്നെ നമ്മുടെ നോമ്പ് നിർവഹിക്കപ്പെട്ടിരിക്കണം. അതിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാമത്തതാണ് നിയ്യത്ത് എന്നത് നമുക്കറിയാം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏത് സൽക്കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നിയ്യത്താണ്, കരുതുക എന്നതാണ്. ബോധപൂർവം താൻ നോമ്പെടുക്കും എന്ന് മനസ്സുകൊണ്ട് കരുതണം. കൈകൾ പ്രവർത്തിക്കാനുള്ളതാണെങ്കിൽ, കാല് നടക്കാനുള്ളതാണെങ്കിൽ, കണ്ണ് കാണാനുള്ളതാണെങ്കിൽ, കാത് കേൾക്കാനുള്ളതാണെങ്കിൽ, ഹൃദയം ചിന്തിക്കാനുള്ളതാണെങ്കിൽ, മഹല്ലു നിയ്യത്തി അൽ ഖൽബ്, കരുതലിന്റെ സ്ഥാനം ഹൃദയമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഹൃദയത്തിൽ നോമ്പിനെ കരുതേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുബയ്യിത് സിയാമ ഖബ്ല അൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഒരു മല്ലം യുബയ്യിത് സിയാം, ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി തന്നെ നാളത്തെ പ്രഭാത നോമ്പ്, നാളത്തെ ദിവസത്തെ നോമ്പ് ഞാൻ നോൽക്കും എന്ന് ബോധപൂർവം കരുതാത്തവർക്ക് ആ നോമ്പ് ലഭിക്കുകയില്ല. മല്ലം യജ്മഉ സിയാമ ഖബ്ല അൽ ഫജ്ർ, ഈ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫജ്ർ പിറക്കും മുമ്പ്, സുബഹി ബാങ്ക് കൊടുക്കും മുമ്പ്, സുബഹി പുലരും മുമ്പ് നോമ്പിന് വേണ്ടി മനസ്സിൽ കരുതാത്തവർ, അവർക്ക് നോമ്പ് ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി പിറ്റേ ദിവസം നോമ്പിനെ പുതുക്കി സ്മരിച്ചു ഓർത്ത് ഞാൻ അനുഷ്ഠിക്കും എന്ന് മനസ്സുകൊണ്ട് കരുതുക എന്നത് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നോമ്പിന്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടതും ഉണ്ട്. മറ്റൊന്ന്, നോമ്പുമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അത്താഴം കഴിക്കുക എന്നത് ശ്രേഷ്ഠകരമായ പുണ്യവും ഗൗരവത്തോടുകൂടി ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളതുമായ ഒരു നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫി സുഹൂരി ബറക, കാരണം അത്താഴത്തിൽ, ആ ഭക്ഷണത്തിലും ആ സമയത്തിലും സത്യവിശ്വാസികൾക്ക് ബറക്കത്തുണ്ട് എന്നതാണ്. ആ ബറക്കത്ത് ഇന്നതിൽ എന്ന് പരിമിതപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത്താഴത്തിന്റെ ബറക്കത്ത് ഒരാളുടെ ആരോഗ്യത്തിലും അയാളുടെ സമ്പത്തിലും അയാളുടെ ജീവിതത്തിന്റെ സമയങ്ങളിലുമൊക്കെ അള്ളാഹുവിന്റെ ബറക്കത്ത് ചൊരിയുന്ന ഒരു സമയമാണ് അത്താഴത്തിന്റെ വേള. അത് ശാരീരികമായി ആഫിയത്തും പടച്ച റബ്ബിന്റെ ബറക്കത്തും ഒക്കെ അതിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്താഴം കഴിക്കുക എന്ന സുന്നത്ത് ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്ന് ഇസ്ലാം താല്പര്യപ്പെടുന്നു. മാത്രവുമല്ല, ഈ അത്താഴം കഴിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഴം കഴിക്കുക എന്നത് ഇതര മതസ്ഥരുടെ നോമ്പിൽ നിന്ന് മുസ്ലിം സമുദായത്തിന്റെ നോമ്പ് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത അതിനുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹം അത്താഴത്തിന്റെ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നതാണ്. നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, നിഅ്മസ് സുഹൂറു അൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ അത്താഴത്തിന്റെ ഭക്ഷണം എത്ര മനോഹരം. ഏതാണ് ആ ഭക്ഷണം? അത്തംറ്, ഈത്തപ്പഴം എന്നതാണ്. അപ്പൊ ഈത്തപ്പഴമെങ്കിലും കഴിച്ച്, ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെയും ഉറങ്ങി മുതലാക്കുക എന്നുള്ളതല്ല. അത്താഴത്തിന്റെ സമയം, അതും അത്താഴം കഴിക്കുന്നത് പിന്തിപ്പിക്കണമെന്നാണ്. സുബഹി ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചിരുന്നത്
അത്താഴം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം 50 വചനങ്ങൾ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യാനുള്ള സാവകാശം വിട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിന്റെ രീതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂറേഷൻ പരിഗണിക്കലാണ് ഏറ്റവും അഫ്ളൽ. എന്തായിരുന്നാലും ശരി, അത്താഴം കഴിക്കുന്ന വിഷയത്തിൽ ബാങ്കിന് മുമ്പ് അത്താഴം കഴിച്ചിരിക്കണം എന്നത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ നമ്മളായി ഉണ്ടാക്കിയ ചില ധാരണ ഉണ്ടാവും. ബാങ്ക് കൊടുക്കുന്നത് വരെ തിന്നാം, ബാങ്ക് കൊടുത്ത് തീരുന്നത് വരെ തിന്നാം, ഇങ്ങനെയൊക്കെയുള്ള ചില പിന്നെ പ്ലേറ്റിലുള്ളത് തീരുന്നത് വരെ തിന്നാം, അത് ബാങ്ക് കൊടുത്താലും കൊടുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല തുടങ്ങിയ സമീപനങ്ങളും ചിന്തകളും ഒരു പക്ഷേ നമുക്കുണ്ടാവും. ഈ വിഷയത്തിൽ 2 ഹദീസുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഇദാ സമിഅ അഹദുകുമുൻ നിദാ, നിങ്ങളിൽ ഒരാൾ ബാങ്ക് കേൾക്കുന്നു, വൽ ഇനാഉ അലാ യദിഹി, അയാളുടെ കയ്യിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം ഉണ്ട്, ഫലാ യലഉഹു, അയാൾ ആ ഭക്ഷണ പാത്രം നിലത്ത് വെക്കേണ്ടതില്ല, ഹത്താ യഖ്ലിയ ഹാജതഹു മിൻഹു, അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, വിശപ്പടക്കാനുള്ള ഭക്ഷണം പൂർണ്ണമായി കഴിച്ചു തീരുന്നത് വരെ എന്നതാണ് ഒരു ഹദീസ്. മറ്റൊന്ന്, കുലു വശ്റബു, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യണം, ഹത്താ യുഅ്ദന ഇബ്നു ഉമ്മു മക്തൂം, പക്ഷേ ഉമ്മു മക്തൂമിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഈ 2 ഹദീസുകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ 2 ഹദീസുകളെയും ജംഅ് ചെയ്ത പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ആ അറബ് നാട്ടിലെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ സാഹചര്യത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ അത്താഴത്തിന് വേണ്ടി റമളാൻ മാസത്തിൽ അവർ 2 ബാങ്കുകൾ കൊടുക്കുമായിരുന്നു. ഒന്ന്, അത്താഴത്തിന് സമയമായി എന്ന് ജനങ്ങളെ അറിയിക്കുവാനുള്ള ബാങ്ക്. രണ്ടാമത്തേത് സുബഹിന്റെ നമസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ഹദീസ്, നിങ്ങളുടെ കൈകളിലെ പാത്രം താഴെ വെക്കേണ്ടതില്ല, ആവശ്യത്തിന് തിന്ന് പൂർത്തീകരിച്ചോട്ടെ എന്ന് പറഞ്ഞത് ആദ്യത്തെ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഉമ്മു മക്തൂമിന്റെ ബാങ്ക് കേട്ടാൽ അത് സുബഹി നമസ്കാരത്തിനുള്ള ബാങ്കാണ്. ഹത്താ യതബയ്യന ലക്കും ഖൈത്തുൽ അബിയദ് മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്ർ. ഉമ്മു മക്തൂമിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ നിങ്ങൾ ആ ബാങ്ക് കേട്ട പിന്നെ അത്താഴം കഴിക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും സൂക്ഷ്മത, ബാങ്ക് കൊടുത്ത് തീരുന്നത് വരെ തിന്നട്ടെ എന്നോ പാത്രത്തിലുള്ളത് തീർക്കട്ടെ എന്നല്ല, അത് ഒരു നോമ്പ് അള്ളാഹുവിന് കൊടുക്കുകയാണ്. ശൈത്വാൻ ഇടപെടാത്ത വിധം നമ്മൾ പടച്ച റബ്ബിന് നോമ്പ് സമർപ്പിക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നോമ്പിന്റെ സ്വീകാര്യതയ്ക്കുള്ള 3ാമത്തെ ഘടകമാണ്. അത്താഴം കഴിഞ്ഞ പിന്നെ ചെയ്യേണ്ടത് എന്താ? പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ലാത്ത വിധം പിന്നീട് പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ വിട്ടുനിൽക്കണം. അവിടെ സംയമനം പാലിക്കണം. സൗമ്, ഇംസാക്ക്, പിടിച്ചു വെക്കണം വിശപ്പിനെയും ദാഹത്തെയും. അതുകൊണ്ട് തന്നെ അതിനിടയിൽ നമുക്ക് ഒരു വസ്വാസ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ അശ്രദ്ധ സംഭവിച്ചിട്ടോ നമ്മുടെ റമളാൻ മാസത്തിലെ ഒരു നിർബന്ധ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ ബാങ്കിന്റെ തൊട്ട് മുമ്പായി നമ്മൾ അത്താഴം കഴിച്ച് പൂർത്തീകരിക്കുന്ന രീതിയിൽ തന്നെ അത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 3ാമത്തെ ഘടകം ഞാൻ പറഞ്ഞു, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല മുഅദ്ദിനൈനി ലിൽ ഫജ്ർ, 2 ബാങ്ക് കൊടുക്കുന്നവരെ നബി തങ്ങൾ ആ സമയത്ത് ചുമതലപ്പെടുത്തിയിരുന്നു. ബിലാലൻ യുഅദ്ദിനു ലൈലൻ ലിഇഖാലിൻ നാസ് ലിസ്സുഹൂർ, അത്താഴത്തിന് എഴുന്നേൽക്കാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചുണർത്തുന്ന ബാങ്ക് കൊടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വഇബ്നു ഉമ്മു മക്തൂം യുഅദ്ദിനു ഇൻദ ദുഖൂലി വഖ്തുൽ ഫജ്ർ, സുബഹിയുടെ സമയം ആയി എന്ന് അറിയിക്കാനും സുബഹിക്ക് വേണ്ടിയുമുള്ള ബാങ്ക് കൊടുത്തിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കുമ്പോഴേക്ക് ആരും പ്ലേറ്റ് താഴെ വെക്കേണ്ടതില്ല എന്നതാണ് ആ ഹദീസിന്റെ താല്പര്യം എന്നുള്ളതാണ്. എന്നാൽ 2ാമത്തേത് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കാണ്. അത് സുഹൂറിന്റെ സമയം കഴിഞ്ഞു, ഇനി ഫജ്റിന്റെ സമയമായി എന്ന് പറയാനുള്ള ബാങ്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ നിലക്ക് നമ്മൾ അവിടെ വളരെ സൂക്ഷ്മതയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ കാണാം. ഫഇന്നഹു ലാ യുഅദ്ദിനു,
ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാറില്ല ഹത്താ യുഖാല ലഹു, അദ്ദേഹത്തോട് പറയപ്പെടുന്നത് വരെ, അസ്ബഹത് അസ്ബഹത് എന്ന് പറയുന്നത് വരെ അദ്ദേഹം കൊടുക്കാറില്ല. സുബഹിയായി വേഗം ബാങ്ക് കൊടുക്കുക. അപ്പൊ അത് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് സുഹൂറിന്റെ സമയം കഴിഞ്ഞു എന്നറിയിക്കുന്ന ബാങ്കാണ്. അതുകൊണ്ട് ആ അത്താഴം കഴിക്കുമ്പോൾ സുഹൂറിന്റെ സമയത്ത് തന്നെ കഴിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് മൂന്നാമത്തത് അന്നപാനീയങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉപേക്ഷിക്കലാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നാലാമത്തെ കാര്യം, നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നത് നോമ്പിന്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ്. ആ നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. അപ്പൊ നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. ചിലത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ നമുക്ക് ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് പിഴവുകളും തെറ്റുകളും സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കാത്ത വിധം വളരെ സൂക്ഷ്മതയോടുകൂടി നോമ്പിന്റെ പകൽ വേളകളിൽ നമ്മൾ സംയമനം പാലിക്കുകയും ഈ വിഷയത്തിൽ അതിന്റെ പരിശുദ്ധിയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അടുത്തത് 4 കഴിഞ്ഞ് 5-ാമത്തേത് തഅ്ജീലുൽ ഫിത്റാണ്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളതാണ്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്ന വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പരിഗണിച്ചിട്ടുള്ളത്. കാരണം എന്റെ ജനങ്ങൾ നന്മയിലാവുന്നത് അവർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളമാണെന്നാണ്. അപ്പൊ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ നന്മയാണെന്നാണ്. ചില പള്ളികളിൽ നിന്നൊക്കെ പിന്നെയും വസ്വാസ് കാണിച്ച് 5 മിനിറ്റ് കൂടി പിന്നെയും പിന്തിപ്പിച്ചിട്ട് ആണ് പലപ്പോഴും ബാങ്ക് കൊടുക്കാറുള്ളത്. അതിന്റെ ആവശ്യമില്ല. മാത്രമല്ല, ബാങ്ക് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളതല്ല നോമ്പ് തുറക്കേണ്ട മാനദണ്ഡം, സമയമായോ ആയില്ലേ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമയമായാൽ, ബാങ്ക് കേൾക്കുന്ന സ്ഥലമാവട്ടെ കേൾക്കാത്ത സ്ഥലമാവട്ടെ, സമയമായാൽ നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി ഇസ്ലാം പരിഗണിച്ചിട്ടുള്ള ഒരു വലിയ നന്മയാണ്. അതുകൊണ്ട് തന്നെ ആ നന്മ നെഞ്ചേറ്റുന്നവർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് തുറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കാന യുഫ്തിറു അലാ റുത്ബാത്ത് എന്നാണ്. നോമ്പ് തുറക്കുമ്പോൾ ആദ്യമായി നബി തങ്ങള് കഴിച്ചിരുന്ന ഭക്ഷണം റുത്തബ്, ഈത്തപ്പഴമായിരുന്നു. റുത്തബ് എന്ന് പറഞ്ഞാൽ ആ പരുക്കൻ കാരക്കയല്ല, മറിച്ച് ഉണങ്ങിയ കാരക്കയല്ല, നല്ല ആ ഒരു പതുപതുത്ത പഴുത്ത് പറിച്ച കാരക്ക, ഈത്തപ്പഴമാണ് തിന്നേണ്ടത്. കാരണം നിർജ്ജലീകരണം സംഭവിച്ച ശരീരത്തിലേക്ക് ഇതിന്റെ മുഴുവൻ പോഷകങ്ങളും വലിച്ചെടുക്കുന്നു എന്നതാണ് അതിന്റെ ഒരു സവിശേഷതയും പ്രത്യേകതയും. ശരീരം ഭക്ഷണം ആവശ്യപ്പെടുന്ന ആ ഒരു സമയത്ത് റുത്തബ്, ഈത്തപ്പഴം കഴിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യകരമാണ് എന്ന് ഈ ഹദീസിന്റെ ഷറഹിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സുന്നത്ത്, നബി തങ്ങളുടെ സുന്നത്ത് ആഗ്രഹിക്കുന്നവർക്ക് റുത്തബ്, ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് എന്നും ആ വിഷയകമായി നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കപ്പെട്ടതുപോലെ ആ പ്രാർത്ഥന 1 മാസം ചൊല്ലാനുള്ളതാണ്. നമ്മളിൽ മഹാഭൂരിപക്ഷത്തിനും അറിയാം. എങ്കിലും അറിയില്ലെങ്കിൽ അത് കാണാതെ പഠിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഹൃദയമറിഞ്ഞ് ആ പ്രാർത്ഥന നമ്മൾ ഉരുവിടണം. എന്ന് പറഞ്ഞാൽ എന്റെ ദാഹം മാറിയിരിക്കുന്നു. വബ്തല്ലത്തുൽ ഉറൂഖു, എന്റെ ഞരമ്പുകൾ അത് ഈറനണിഞ്ഞിരിക്കുന്നു. വസബത്തൽ അജ്റു, എന്റെ പ്രതിഫലം ഉറപ്പായിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എനിക്ക് റബ്ബ് വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലം അതെനിക്ക് തീർച്ചയായും ലഭിക്കും. എന്റെ ഞരമ്പുകൾ, സപ്തനാഡികൾ അത് നനഞ്ഞിരിക്കുന്നു, എന്റെ ദാഹം മാറിയിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ ഓർത്തും സ്മരിച്ചും നന്ദി വാചകം ഉരുവിട്ടും നമ്മൾ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നീയത്തുണ്ടാവുക, രണ്ടാമത് അത്താഴം കഴിക്കുക, മൂന്നാമത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക, അതിനുമപ്പുറത്ത് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും പെട്ടെന്ന് സമയമായാൽ പിന്നെ നോമ്പ് തുറക്കുകയും ചെയ്യുക. ശേഷം ഈ പ്രാർത്ഥനയും ഉരുവിടുക. എന്തെല്ലാമാണ് ഒരു വിശ്വാസിയുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന്
പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് ധാരാളമായി കാണാവുന്നതാണ്. അതിലൊന്ന് നമുക്കറിയാവുന്നത് പോലെ ബോധപൂർവം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. നോമ്പുകാരനായിരിക്കെ ഒരാൾ ബോധപൂർവം ആ നോമ്പ് മുറിച്ചു കളയുക എന്നത് ഹറാമായ കാര്യമാണ്. മാത്രവുമല്ല നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന തെറ്റുമാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടു മലക്കുകൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ രണ്ടു മലക്കുകൾ രണ്ട് തോളിൽ പിടിച്ച് ചെങ്കുത്തായി നിൽക്കുന്ന ഒരു കുന്ന് കയറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഈ കുന്ന് കയറാൻ കഴിയില്ല, പക്ഷേ താങ്കൾ കയറണം എന്ന് നിർബന്ധിച്ച് അവ കുന്ന് കയറിക്കഴിഞ്ഞ് അതിൻ്റെ ഉപരിയിലെത്തുമ്പോൾ ഒരു താഴ്വാരത്തിലായി ഒരു വൃക്ഷം കാണിക്കപ്പെട്ടു. ആ വൃക്ഷത്തിൽ കുറെ മനുഷ്യരെ തല കീഴായി തൂക്കിയിട്ടിട്ടുണ്ട്. തസീലു മിൻ അഷ്ദാഖിഹിം ദം, അവരുടെ ശരീരത്തിലൂടെയും വായയിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും അടക്കം ചോര വാർന്നൊലിക്കുന്നുണ്ട്. അങ്ങനെ കരയുന്ന, നിലവിളിക്കുന്ന, ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് തലകീഴായി തൂക്കിയിട്ട മനുഷ്യരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണവർ, എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? ആ മലക്കുകൾ അതിനു നൽകിയ മറുപടി യുഫ്തിറൂന ഖബ്ല തഹല്ലത സൗമിഹിം എന്നാണ്. നോമ്പിൽ നിന്ന് തഹല്ലുലായി സമയമായി അത് മുറിക്കുന്നതിന് മുമ്പേ ആ നോമ്പ് മുറിച്ചു കളഞ്ഞ കള്ളന്മാരാണ് ആ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ബോധപൂർവം ആ നോമ്പ് മുറിച്ചു കളയുകയും ചെയ്യുന്നത് നരകശിക്ഷക്ക് കാരണമാകുന്ന അപരാധമാണ്. പ്രത്യേകിച്ച് ഒരു സമുദായത്തെ മുഴുവൻ വെല്ലുവിളിച്ച് പരസ്യമായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മുസ്ലിം നാമധാരികളായ ആളുകൾ നമ്മുടെ സമൂഹത്തിലൂടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവർക്കൊക്കെയുള്ള ശക്തമായ താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഈ വ്രതം ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ അത് പാതി വഴിയിൽ വെച്ച് ഇസ്ലാം അനുവദിച്ചു തന്ന കാരണങ്ങളില്ലാതെ അത് മുറിക്കുക എന്ന് പറയുന്നത് നരകശിക്ഷക്ക് കാരണമാകുന്ന തെറ്റാണ്. നോമ്പ് തീരെ അനുഷ്ഠിക്കാത്തവന്റെ വിഷയത്തിലല്ല ആ പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. നോമ്പ് മുറിച്ചു കളഞ്ഞവർ എന്നാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവപൂർവം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. റമളാൻ മാസത്തിൽ ഞാൻ നോമ്പ് മുറിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നത് പോലും നോമ്പ് മുറിയാൻ കാരണമാകുന്ന അപരാധമായി നമ്മൾ പരിഗണിക്കണം. അത്ര ഗൗരവപ്പെട്ടതാണ്. അയാളുടെ നീയത്ത് എന്താ? എനിക്കിപ്പോ നോമ്പ് മുറിക്കണം, ഞാനിനി മുന്നോട്ട് പോകണ്ടല്ലോ, ഞാൻ മുറിക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആ നോമ്പിന് വിഘാതമുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ 100 വട്ടം അങ്ങനെ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം എന്നിങ്ങനെ ചിന്തിക്കുകയും ആ നോമ്പിന്റെ പവിത്രതയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ബോധപൂർവം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത്. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ, ഒരാൾ മറന്നുപോയി, വ അകല ഔ ശരിബ, എന്നിട്ട് അയാൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ ഫൽയുതിമ്മു സൗമഹു, അയാളുടെ നോമ്പ് അയാൾ പൂർത്തീകരിക്കട്ടെ. ഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, തീർച്ചയായും അയാളെ ആ സമയത്ത് വെള്ളം കുടിപ്പിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതും അല്ലാഹുവാണ് എന്നതാണ്. ഒരാൾ മറന്ന് ഭക്ഷണം കഴിച്ചാൽ പോലും അത് ഒരു ശൈത്വാനീയത്തിന്റെ ഒരു അവസ്ഥയായിട്ടല്ല ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ഇന്നമാ അത്അമഹുല്ലാ, അയാൾ ആ സമയത്ത് ഭക്ഷണം കഴിപ്പിച്ചതും വെള്ളം കുടിപ്പിച്ചതും അല്ലാഹുവാണ് എന്നാണ്. അതുകൊണ്ട് ഫൽയുതിമ്മു സൗമഹു, അയാൾ തന്റെ വായയിലുള്ള ഓർമ്മ വന്നാൽ വായയിലുള്ള ശേഷിക്കുന്ന ഭക്ഷണം തുപ്പിക്കളയുകയും എന്നിട്ട് ആ നോമ്പ് തുടരുകയും ചെയ്യുക എന്നുള്ളതാണ്. വിരലിട്ട് ഉണ്ടാക്കി ഛർദിച്ച് അത് പുറത്തു കളയാൻ ഉള്ള തരത്തിലൊരു വസ്വാസ് കാണിക്കേണ്ട ഒരു കാര്യമില്ല. മറിച്ച് അയാൾ അത് വായയിലുള്ളത് തുപ്പിക്കളയുകയും പിന്നീട് നോമ്പ് തുടരുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ആവശ്യകമായി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന് നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ ഭാര്യയുമായി ഇണ ചേരുക എന്നുള്ളതാണ്.
അത് ഗുരുതരമായ കുറ്റമായിട്ടാണ് ഇസ്ലാം നോക്കിക്കണ്ടിട്ടുള്ളത്. വലിയ കഫാറത്ത് നിശ്ചയിക്കപ്പെട്ട ഒരു അപരാധമാണ്. എന്താണ് അതിന്റെ കഫാറത്ത്? ഒരാള് റമളാനിന്റെ പകൽ സമയത്ത് നിങ്ങളുടെ ഇണകളോട് റമളാൻ മാസത്തിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതും ഇണചേരാവുന്നതുമാണ്. എന്നാൽ പകൽ സമയത്ത് അത് പാടില്ലാത്തതാണ്. അത് അത്തരം വികാരങ്ങളെ ഒരു വിശ്വാസി പിടിച്ചുവെക്കൽ ഭക്ഷണത്തോടൊപ്പം പാനീയത്തോടൊപ്പം പരിഗണിക്കേണ്ട ഒന്നാണ് തൻ്റെ വികാരം നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ തൻ്റെ ഭാര്യയുമായി റമളാൻ മാസത്തിന്റെ പകൽ സമയത്ത് ഇണചേരുകയോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ഭർത്താവ് അതിന് നിർബന്ധിച്ചാൽ പോലും ഒരു പെണ്ണ് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ലാ ത്വഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവ് റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും അനുസരിക്കാൻ നമുക്കാർക്കും തന്നെ ബാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ നിർബന്ധിക്കുവാനോ അത്തരത്തിൽ ഒരു ഉപദ്രവിക്കുവാനോ പാടില്ലാത്തതാണ് എന്നതുപോലെ തന്നെ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതുമാണ്. അങ്ങനെ സംഭവിച്ചു പോയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തഹ്രീറു റഖബ, ഒന്ന് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സാമൂഹിക പശ്ചാത്തലവുമായി ഇന്ന് അത്തരം ഒരു സമ്പ്രദായമില്ല. പിന്നെ ചെയ്യേണ്ടത് സൗമു ശഹ്റൈനി മുതതാബിഈൻ എന്നതാണ്. തുടർച്ചയായി 2 മാസം അവൻ നോമ്പ് അനുഷ്ഠിച്ചിരിക്കണം. എങ്കിലേ ഈ കുറ്റത്തിൽ നിന്ന് അയാൾ വിമുക്തനാകുന്നുള്ളൂ. അതിന് സാധിക്കാത്ത വിധത്തിൽ അയാൾ ശാരീരികമായി പ്രയാസമുള്ള ഒരവസ്ഥയിലാണെങ്കിൽ ഇത്ആമു 60 മസാക്കീൻ, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് മേൽ പറഞ്ഞ 60 നോമ്പിന് കഴിയാത്ത വിധം ശാരീരികമായി ശേഷിയില്ലാത്തതോ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതോ ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 60 മാസം, അതും ഷഹ്റൈനി മുതതാബിഈൻ എന്നാണ് ഹദീസിലെ പദം. തുടർച്ച നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ്. 2 മാസം തുടർച്ചയായി അയാൾ നോമ്പ് അനുഷ്ഠിച്ചിരിക്കണം. അത്രമേൽ ഗൗരവത്തോടുകൂടി പരിഗണിച്ചിട്ടുള്ള ഒരു വിഷയമാണ് റമളാൻ മാസത്തിന്റെ പകലിൽ ഇണചേരുക എന്ന് പറയുന്നത്. അത്തരം ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് റമളാനിന്റെ പകലിൽ ആണെങ്കിൽ പോലും വൈകാരിക പ്രകടനങ്ങളും തങ്ങളുടെ ഭാര്യമാരോട് അടുത്ത് എടുക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വിവസ്ത്രരായി ചേർന്ന് കിടക്കുക, ശരീരത്തിന്റെ പ്രൈവറ്റ് പാർട്ടുകളിൽ കയറി പിടിക്കുക, അത്തരത്തിലുള്ള ലൈംഗികമായ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നതും കിടക്കുന്നത് പോലും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ എന്നെ യാത്രാവേളയിൽ എന്നെ ഉമ്മ വെച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞൊരു വാക്കുണ്ട്, വകാന അംലകുകും ലിഇർബിഹി. തന്റെ വികാരത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു വെക്കാൻ കരുത്തുള്ളവനായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നോമ്പിന്റെ പവിത്രതയെ നശിപ്പിക്കുന്ന രൂപത്തിൽ പെരുമാറിയിട്ടില്ല എന്ന് അടിവാചകം പറഞ്ഞുകൊണ്ടാണ് ആയിഷ ബീവി ആ പദങ്ങളെ നമുക്ക് മുന്നിൽ ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര പറയുമ്പോൾ ഒരു സ്നേഹവായ്പോടുകൂടി നെറുകിൽ ഉമ്മ വെക്കുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് മറ്റേതൊരു സാഹചര്യങ്ങളിലാണെങ്കിലും നമ്മൾ ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുകയും അത്തരത്തിൽ ഒരു ലൈംഗികമായ ആസ്വാദനം എടുക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുകയും ചെയ്യുക എന്നത് ഈ നോമ്പിന്റെ പകലിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നോമ്പ് മുറിയുന്ന ഒന്നാണ് അത്തഖയ്യു അംദ, ബോധപൂർവം ഛർദിക്കുക എന്നുള്ളത്. 2 വിധം ഛർദിയുണ്ട്. അതിലൊന്ന് മനിസ്തഖാ അംദ, ആരെങ്കിലും ബോധപൂർവം ഉണ്ടാക്കി ഛർദിച്ചാൽ ഫൽയഖ്ലി സൗമഹു, അയാളുടെ നോമ്പ് നോറ്റുവീട്ടണം എന്നതാണ്. അതായത് അങ്ങനെ നോമ്പ് നോറ്റ ഒരു വ്യക്തി വിരലിട്ട് ഛർദിക്കുക, ബോധപൂർവം ഛർദിക്കുക തുടങ്ങിയ പ്രവൃത്തി നടത്തിയാൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോവുകയും മുറിയുകയും ചെയ്യും. മറ്റൊന്ന് മൻദറഅഹു അൽഖൈ, ഒരാൾക്ക് മനം പിരട്ടൽ കൊണ്ടോ രോഗാവസ്ഥ കൊണ്ടോ ഛർദി തേട്ടി വന്നു എങ്കിൽ ഫലൈസ അലൈഹിൽ ഖളാ, അങ്ങനെ രോഗാവസ്ഥ കാരണത്താലോ മനം പുരട്ടിയിട്ടോ ഒരാൾക്ക് ഛർദിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ ഫലൈസ അലൈഹിൽ ഖളാ, നോമ്പ് നോറ്റു വീട്ടേണ്ടതില്ല, അയാളുടെ നോമ്പ് തുടരാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിൽ, ഛർദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ 2 നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് ഹിജാമ പോലെയുള്ള ബ്ലഡ് പ്രഷർ, അതായത് എയർ പ്രഷർ കൊടുത്തിട്ട് ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്ന ഒരു രീതിയും, അതേപോലെ നമ്മൾ
നമ്മുടെ ശരീരത്തിലുള്ള രക്തം പുറത്തേക്കെടുക്കുന്ന ചികിത്സാ രീതികളും ഹിജാമ പോലെയുള്ള കപ്ലിംഗ് പോലെയുള്ള ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഫ്തറൽ ഹാജിമു വൽ മഹജൂം എന്നാണ്. ഈ കൊമ്പ് വെക്കൽ ചികിത്സ, അതായത് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്ന ചികിത്സ ചെയ്യുന്ന ആളുകളുടെ നോമ്പ് മുറിയുന്നതാണ്, ആ ചികിത്സകന്റെയും നോമ്പ് മുറിയുന്നതാണ് എന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിനെ ഖിയാസ് ചെയ്തുകൊണ്ടും ഇതിൽ നിന്ന് തെളിവ് പിടിച്ചുകൊണ്ടുമാണ് രക്തദാനം പോലെ രക്തം പുറത്തേക്കെടുക്കുന്ന ഏതെങ്കിലും പ്രവർത്തികൾ റമളാനിന്റെ പകലിൽ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഈ ഹദീസ് പ്രകാരം നോമ്പ് മുറിയാൻ അത് കാരണമാകും എന്ന് ചർച്ച ചെയ്ത പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ബ്ലഡ് പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ചികിത്സാ രീതികളെ അവലംബിക്കാതിരിക്കൽ റമളാനിന്റെ പകലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമുക്കറിയാവുന്നത് പോലെ ഒരാൾ നോമ്പിലേക്ക്, ഒരു സഹോദരി നോമ്പിലേക്ക് പ്രവേശിച്ചു. പക്ഷേ നോമ്പ് അവസാനിക്കാറായപ്പോഴാണ് അവർക്ക് ഹൈള് സംഭവിക്കുന്നത്, അതല്ലെങ്കിൽ നിഫാസിന്റെ ബ്ലഡ് കാണപ്പെടുന്നത് എങ്കിൽ ആ ഒരു അവസ്ഥകളിൽ അവർ നോമ്പെടുക്കാൻ പാടില്ലാത്തതാണ്, അവരുടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഹുഖ്ന അൽ ഗിദാഇയ, അതായത് ശരീരത്തിലേക്ക് ഊർജവും പോഷകവും ലഭിക്കുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷൻ, അതായത് ഗ്ലൂക്കോസ് പോലെയുള്ള ഇഞ്ചക്ഷൻ ചെയ്യുന്നത് വഴിയും ഒരാളുടെ നോമ്പ് മുറിയുന്നതാണ്. ഒരാൾ തളർന്നു വീണുപോയി, അയാളെ പോയി ഗ്ലൂക്കോസ് കൊടുത്ത് കിടത്തി അയാളുടെ ഈ പറയുന്ന ഞരമ്പിലേക്ക് ഗ്ലൂക്കോസ് കൊടുക്കുക, അതുപോലെയുള്ള ദ്രവ്യങ്ങൾ ഇഞ്ചക്ഷൻ വഴി നൽകുക എന്നത് നോമ്പ് മുറിയാൻ കാരണമാകും. എന്നാൽ ഒരാൾ രോഗിയാണ്, രോഗചികിത്സയുടെ മരുന്നായി അയാൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് എങ്കിൽ ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ട് രോഗചികിത്സ എന്നുള്ള നിലക്ക് അയാളുടെ നോമ്പ് നഷ്ടപ്പെടുകയില്ല എന്ന് നമ്മൾ ആ വിഷയകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹദീസുകളിലും അതേപോലെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലും ഒക്കെ വന്നിട്ടുള്ളത്. അത് ഇതിനോട് ചേർത്ത് വെക്കുന്നു. ഈ വിഷയങ്ങൾ ഒരു നോമ്പുകാരനായിരിക്കെ നമ്മൾ പ്രത്യേകം മുറിഞ്ഞു പോകുന്നതിനെ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതോടൊപ്പം നോമ്പിന്റെ പവിത്രതയ്ക്ക് വിഘാതമാകുന്നതാണ് നോമ്പ് നോറ്റവനായിരിക്കെ ഹദീസ് ഹറാം ചെയ്യുക, നോമ്പിൽ പാടില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുക എന്നുള്ളതും. ഉദാഹരണമായി, ഒരാൾ നോമ്പെടുത്തിട്ടുണ്ട് പക്ഷെ ളുഹർ നിസ്കാരമില്ല, അയാൾ നോമ്പെടുത്തിട്ടുണ്ട് പക്ഷെ അസ്ർ നമസ്കാരമില്ല, സുബഹ് നമസ്കാരമില്ല. ഒരു നിർബന്ധ കൽപ്പന ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ ഒരു ഹറാം പ്രവർത്തിക്കുന്നവനായി മാറും. നോമ്പുകാരായിരിക്കെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ നമുക്ക് വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് പ്രയാസപ്പെടുമ്പോഴും പക്ഷേ നമസ്കാരം ഉപേക്ഷിക്കുക തുടങ്ങിയ ഹറാമുകളിൽ നമ്മൾ ഭാഗവാക്കാകുന്നത്, അതാണ് നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു മനുഷ്യൻ ഇശാസ്കാരല്ല, അയാൾ തറാവിസ്കരിക്കാൻ വരുന്നുണ്ട് പക്ഷെ ഇശാസ്കരിക്കില്ല. ഇതെന്ത് നോമ്പ, ഇതെന്ത് നോമ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട, വളരെ ഗൗരവപൂർവ്വം കൽപ്പിക്കപ്പെട്ട ആരാധനകൾ പൂർണ്ണമായും അത് നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഒരാൾ അള്ളാഹു നിഷിദ്ധമാക്കിയ തിന്മകൾ ചെയ്യുക വഴി മാത്രമല്ല പാപിയാകുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുക വഴിയും ഒരാൾ പാപിയായി തീരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗഫിർലി 5 നേരത്തെ നമസ്കാരങ്ങളിൽ അത്തഹയ്യാത്തിലിരുന്ന് പടച്ച റബ്ബേ എനിക്ക് നീ പൊറുത്തു തരണേ എന്ന് പറയുന്നത്. മാ ഖദ്ദംതു വമാ അഖർതു, പടച്ചവനെ ഞാൻ മുന്തിച്ചു ചെയ്തതും പിന്തിച്ചു ചെയ്തതും എനിക്ക് പുറത്തു കൊണ്ടാനാണ്. മുന്തിച്ചു ചെയ്തത് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് മുൻകടന്ന് ചെയ്തതും, പിന്തിച്ചു ചെയ്തത് എന്ന് പറയുന്നത് അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ വിട്ടതുമായ കാര്യങ്ങളാണ്. ഈ 2 നിലക്കും ഒരാൾ പാപിയാകുന്നത് കൊണ്ടാണ് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ 5 നേരത്തെ നമസ്കാരത്തിൽ പോലും അത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വീഴ്ചകൾ നോമ്പുകാരായിരിക്കെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദ ഖൗല സൂർ, ആരെങ്കിലും ചീത്ത വാക്കുകൾ ഉപേക്ഷിക്കുന്നില്ല, വൽ അമല ബിഹി, ചീത്ത പ്രവർത്തികൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ആജ, അല്ലാഹുവിന് ഒരാവശ്യവുമില്ല ഇലാ അയ്യദഅ തുഅമഹു വശറബഹു, അവൻ തന്റെ ഭക്ഷണം ഉപേക്ഷിക്കണമെന്നോ വെള്ളം ഉപേക്ഷിക്കണമെന്നോ അല്ലാഹുവിന് ഒരാവശ്യവുമില്ല. അങ്ങനത്തെ ഒരു പട്ടിണിക്കാരന്റെ ഇബാദത്തും പടച്ച റബ്ബിന്റെ അടുത്ത് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നോമ്പുകാരായിരിക്കെ വളരെ
സൂക്ഷിക്കേണ്ടതുണ്ട്. ചീത്ത വാക്കുകൾ പറയുക, ചീത്ത പ്രവർത്തികളിൽ ഏർപ്പെടുക, അത്തരത്തിൽ ധാരാളക്കണക്കിന് അബദ്ധങ്ങളിൽ ഒരു നോമ്പുകാരി എങ്ങനെയാണ് ചെന്നെത്തുന്നത് എന്നത് ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങൾ നോമ്പുകാലമായാൽ, നോമ്പ് ദിവസമായാൽ, ഫലാ യർഫസ് വലാ യസ്ഖബ്, സാമൂഹികമായി ഒരു മനുഷ്യൻ പെരുമാറേണ്ട മര്യാദ പഠിപ്പിക്കുകയാണ്. അയാൾ ഒരിക്കലും ദുർവൃത്തികളിൽ ഏർപ്പെടുകയോ ആളുകളുമായി വാഗ്വാദങ്ങളിലോ വഴക്ക് വക്കാണങ്ങളിലോ ഏർപ്പെടാൻ പാടില്ലാത്തതാണ്. അങ്ങാടിയിൽ തർക്കം കൂടുന്നവരുടെ കൂട്ടത്തിൽ നോമ്പ് ദിവസം ഒരു മുസൽമാൻ ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയ തർക്കങ്ങൾ നടത്തി, മതവിഷയങ്ങളിൽ തർക്കങ്ങൾ നടത്തി, വ്യക്തികൾ തമ്മിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബഹളം വെച്ച് അങ്ങാടിയിൽ ഒരിക്കലും ഒരു മുസൽമാൻ പ്രത്യക്ഷപ്പെടാൻ പാടില്ലാത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നോമ്പ് എന്നത് സംസ്കരണമാണ്. അത് ഒരു വ്യക്തിയുടെ സംസ്കരണമാണ് എന്നതുപോലെ, ഒരു കുടുംബത്തിന്റെ സംസ്കരണമാണ് എന്നതുപോലെ, ഒരു സമൂഹത്തിന്റെ കൂടി സംസ്കരണമാണ്. നോമ്പ് കാലമായാൽ ഒരു വ്യക്തി സംസ്കരിക്കപ്പെടുകയാണ്. ആ വീട്ടിലുള്ള എല്ലാവരും ഈ നോമ്പിനോട് താദാത്മ്യപ്പെട്ട് സമരസപ്പെട്ട് വരുമ്പോൾ, എല്ലാവരും നോമ്പെടുക്കുമ്പോൾ, എല്ലാവരും ഖുർആൻ ഓതുമ്പോൾ, എല്ലാവരും വൃത്തികേടുകൾ ഉപേക്ഷിക്കുമ്പോൾ ആ കുടുംബം സംസ്കരിക്കപ്പെടുകയാണ്. ഇതേപോലെ നോമ്പ് കാലമായാൽ മാപ്പിള സമൂഹം നിലനിൽക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരിക്കലും അങ്ങാടിയിൽ വഴക്കു കൂടുന്നവരുടെ കൂട്ടത്തിൽ ഒരു മുസൽമാൻ ഉണ്ടാവില്ല. തർക്ക വിതർക്കങ്ങളിൽ തിന്മയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് തരാം, ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ എന്നാണ്. സത്യം തന്റെ അടുത്താണെങ്കിലും ന്യായം തന്റെ അടുത്താണെങ്കിലും അവരുമായി തർക്കം കൂടാൻ പാടില്ല എന്നതും, അത്തരത്തിലുള്ള വ്യക്തിപരമായി അകൽച്ചയുണ്ടാകുന്ന തരത്തിൽ തർക്കം കൂടുന്നത് തിന്മയാണ് എന്നും, അത് ഉപേക്ഷിക്കാൻ ക്ഷമ കാണിക്കുന്ന മനുഷ്യർക്ക് സ്വർഗത്തിൽ ഒരു വീട് തരാമെന്നും അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത്രമേൽ ഗൗരവപ്പെട്ടതാണ്. തർക്കിക്കാൻ പാടില്ല, വഴക്കു കൂടാൻ പാടില്ല, വക്കാണം കൂടാൻ പാടില്ല. അത് വാപ്പയുമായിട്ടാണെങ്കിലും ഉമ്മയുമായിട്ടാണെങ്കിലും മക്കളുമായിട്ടാണെങ്കിലും നമ്മുടെ ഭാര്യയുമായിട്ടാണെങ്കിലും അയൽവാസികളുമായിട്ടാണെങ്കിലും സഹപ്രവർത്തകരോ കീഴുദ്യോഗസ്ഥരോ മേലുദ്യോഗസ്ഥരോ സഹജീവികളോ ആരുമായിട്ടാണെങ്കിലും വഴക്കും വക്കാണവും കൂടാൻ പാടില്ലാത്തതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഈ വിഷയകമായി നോമ്പുകാരായിരിക്കെ പാലിക്കേണ്ട ആദാബുകളുടെ കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്രമേൽ ക്ഷമയുള്ള, സഹനമുള്ള, വിനയമുള്ള, ഒതുക്കവും അച്ചടക്കവും പാലിക്കുന്ന, നാവിനെ നിയന്ത്രിക്കുന്ന, തന്റെ സംസാരങ്ങളെയും കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നവനായി ഒരു മുസൽമാൻ മാറുമ്പോഴാണ് അയാൾ ആത്മസംയമനം പാലിച്ചവനും സൗമ് എന്ന വാക്കിനോട് പോലും താദാത്മ്യപ്പെട്ടവനുമായി മാറുകയുള്ളൂ. അതുകൊണ്ട് ജനങ്ങളോട് കയർത്ത് സംസാരിക്കുന്ന, അവരെ തെറി വിളിക്കുന്ന കീഴുദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരോടൊന്നും കയർത്ത് സംസാരിക്കേണ്ട ഒരാവശ്യമല്ല. അഷ്റഫുൽ ഖൽഖിന് 10 കൊല്ലം സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പിന്നീട് അയവിറക്കിയ വാക്കുകളിൽ കാണാം, അല്ലാഹുവേ ലഖദ് ഖദിംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 വർഷത്തോളം ഞാൻ എൻ്റെ അഷ്റഫുൽ ഖൽഖിനെ ദാസനെ പോലെ, ഒരു അടിമയെ പോലെ, ഒരു സർവന്റിനെ പോലെ ആ പ്രവാചകനെ ഞാൻ സേവിച്ചിട്ടുണ്ട്. ഒരു അടിമയെ പോലെ സേവിക്കുക അല്ലെങ്കിൽ സർവന്റിനെ പോലെ പെരുമാറുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരാൾ മുകളിലും മറ്റേയാൾ താഴെയും വരണം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, മാ ശമംതു റായിഹതൻ അത്യബു മിൻ റായിഹത്തി റസൂലില്ലാ, അഷ്റഫുൽ ഖൽഖിനോളം സുഗന്ധത്തിന്റെ, നൈർമല്യത്തിന്റെ, ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമായ പെരുമാറ്റ രീതിയുടെ സുഗന്ധം പരത്തിയ ഒരു വ്യക്തിത്വത്തെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വമാ ലമസ്തു യദൻ അൽയനു മിൻ യദി റസൂലില്ലാ, അഷ്റഫുൽ ഖൽഖിനോളം മാർദ്ദവമുള്ള ഒരു കൈസ്പർശവും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രമേൽ നൈർമല്യവും മാർദ്ദവമുള്ള സ്നേഹത്തിന്റെ സോഫ്റ്റ്നെസ്സോടുകൂടി പെരുമാറുന്ന പ്രവാചകനായിരുന്നു എന്റെ പ്രവാചകൻ. അദ്ദേഹം എന്നോട് എന്തിന് നീ അത് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല, എന്താണോ നീ അത് ചെയ്യാത്തത് എന്നും ചോദിച്ചിട്ടില്ല, നീ ചെയ്തത് തെറ്റായിപ്പോയി, ശരിയായില്ല എന്നെ ശാസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സെർവന്റിനെ പോലെ പ്രവാചകന്റെ കൂടെ നിഴലായി നടന്ന ആ സ്വഹാബിയോട് അഷ്റഫുൽ ഖൽഖിന്റെ സമീപനം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോമ്പ് പകർന്നു നൽകേണ്ട സംസ്കാരം എന്ന് പറയുന്നത് എത്ര താഴേക്കിടയിൽ സമൂഹ ശ്രേണിയിലെ മരം വെട്ടിയും വിറകുവെട്ടിയും വെള്ളം കോരിയുമായി ഒരു സമൂഹം താഴെ തട്ടിൽ പരിഗണിക്കുന്നവരാണെങ്കിൽ പോലും
അവരോടൊന്നും കയർത്ത് സംസാരിച്ച് തൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അത് ഇദാ കാന യൗമു സൗമി അഹദിക്കും, നോമ്പ് ദിവസം പ്രത്യേകം പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് വന്നു പോകുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിന്റെ വിഷയത്തിൽ സഹോദരിമാര് ഇതൊക്കെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. 11 മാസം ഉപയോഗിച്ച അതേ നാവും അതേ വൃത്തികെട്ട സംസാരവുമാണ് നമ്മുടെ നാവുകളിൽ പിന്നെയും നിലനിൽക്കുന്നത് എങ്കിൽ നമ്മൾക്ക് നോമ്പിന്റെ എന്ത് ചൈതന്യമാണുള്ളത്? തുസല്ലി അല്ലൈല, ഒരു പെണ്ണ് അഷ്റഫുൽ ഖൽഖിന്റെ സഹധർമ്മിണിയുടെ ചാരത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. ആയിഷ ബീവി രാത്രി നിന്ന് നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന സഹോദരിയാണ് റസൂൽ എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുസല്ലി അല്ലൈല വതസൂമുൻ നഹാർ, പകല് നോമ്പെടുക്കും രാത്രി നിന്ന് നമസ്കരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ ഈമാൻ വേണം. പക്ഷേ തുദി ജാറതഹ, അയൽവാസികളെ ഉപദ്രവിക്കുന്ന ഒരു പെണ്ണാണ്. ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയും ബാക്കി നിൽക്കുന്നില്ല. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. തന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നവരെ കുറിച്ച് പരദൂഷണം പറയുന്ന നാവും കൊണ്ടാണ് റമളാൻ മാസങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ് നമ്മുടെ തീന്മേശയിലെ ചർച്ചാ വിഷയമെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കൂടെ പോരായ്മകളാണ് നമ്മളുടെ സംസാരത്തിന്റെ ഏറ്റവും വലിയ കഴമ്പ് എങ്കിൽ നമ്മൾ നരകത്തിലാണ് എന്നാണ് ഈ ഹദീസ്, ഈ സംഭവവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം സൂക്ഷ്മത ഈ രംഗത്ത് പാലിക്കേണ്ടതുണ്ട്. കമ്മിൻ സ്വാഇമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹ് വകമ്മിൻ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയെത്ര നോമ്പുകാർ അവർ നേടിയത് പട്ടിണി കിടന്നു എന്നത് മാത്രം. എത്രയെത്ര രാത്രി നിന്ന് നമസ്കരിക്കുന്നവർ അവർ നേടിക്കിട്ടിയത് ഉറക്കം പോയി എന്നത് മാത്രം. പ്രതിഫലം രേഖപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം ഈ പറയുന്ന ബാലാരിഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാലമായാൽ ദുർവൃത്തിയോ ദുഷിച്ച പ്രവർത്തനങ്ങളോ പാടില്ലാത്തതാണ്. എത്രത്തോളം നമ്മളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങളൊക്കെ. ഒരു വ്യക്തി എന്തുകൊണ്ട് ഈമാനില്ലാത്ത വിധം അയാളുടെ മനസ്സ് മരിച്ചുപോയി, എന്തുകൊണ്ട് അയാൾക്ക് പരലോക ബോധം നഷ്ടപ്പെട്ടു? അതിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. അത് തന്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് ആ ഒരു അറിവ് പകർന്നു കൊടുക്കുന്നതിന്റെ ഒരു മനോഹരമായ അധ്യാപനത്തിന്റെ ഒരു ശൈലി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിലേക്ക് ഐ കോണ്ടാക്ട് കൊടുത്ത് അദ്ദേഹത്തിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ വല്ലാത്ത ഒരു വികാരവും ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ അനിർവചനീയമായ ഒരു മുഹൂർത്തവും അവർക്കിടയിൽ രൂപപ്പെടുത്തി ഒരിക്കലും മറക്കാത്ത വാക്കുകളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നത്. അതിൽ അഞ്ചാമതായി പറഞ്ഞത് വലാ തുക്സിറുൽ ലഹ്ക, അബൂ ഹുറൈറ നിന്റെ ജീവിതത്തിൽ നീ ചിരിയുടെ മുഹൂർത്തങ്ങൾ അധികരിപ്പിക്കരുത്. കാരണം നിന്റെ ഹൃദയം ചത്തുപോകാൻ അത് കാരണമാകുമെന്നാണ്. കോമഡികളും രസങ്ങളും സല്ലാപങ്ങളും ഇതുപോലെയുള്ള അശ്ലീലവും വൃത്തികെട്ടതും ദ്വയാർത്ഥങ്ങൾ നിറഞ്ഞതുമായ കോമഡികൾ കാണാനാണ് പലപ്പോഴും നമ്മൾ ഈ മൊബൈൽ ഫോൺ എടുക്കുന്നത്. സിനിമകളുടെ ഇതിവൃത്തവും സിനിമകളിലെ കോമഡികളും നമ്മുടെ കാഴ്ചയുടെ വിരുന്നുകളാണ്. അതിനുമപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തമാശകളോ ദ്വയാർത്ഥത്തിന്റെ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് നോക്കി റീൽസുകൾ സ്ക്രോൾ ചെയ്ത് ഈ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അനന്തര ഫലമാണ് പ്രവാചകന്റെ തിരുമൊഴിയുടെ ലാസ്റ്റിലുള്ളത്. നിന്റെ ഹൃദയം ഈമാനില്ലാതെ ചത്തുപോകാൻ അത് കാരണമാകുമെന്നാണ്. 24 മണിക്കൂറും സിനിമ കാണുന്ന സ്വഭാവക്കാർ റമളാൻ മാസത്തിൽ പോലും ഈ സിനിമകൾ മൊബൈലിലൂടെ കാണുന്നവരാണ്, അശ്ലീലതകൾ കാണുന്നവരാണ്, വൃത്തികെട്ട കാഴ്ചകൾ കാണുന്നവരാണ്, സ്ത്രീ നഗ്നതകൾ കണ്ടാസ്വദിക്കുന്നവരാണ്, മനുഷ്യനും ഇടചേരുന്നത് കണ്ടാസ്വദിക്കുന്നവരാണ്. റമളാൻ മാസത്തിൽ പോലും കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്തരത്തിൽ കണ്ണോടിക്കുന്ന ഒരു മനുഷ്യന് സംഭവിക്കാനിരിക്കുന്ന ദുരന്തം അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ മരിച്ചുപോയി, പരലോക ബോധം നഷ്ടപ്പെട്ടു പോയി, മരിക്കണമെന്ന ചിന്ത നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. അതുകൊണ്ടാണ് മിമ്പറുകളുടെ ചുവട്ടിൽ വെച്ച് നമുക്ക് മാനസാന്തരം കിട്ടാത്തത്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകളിൽ വെച്ച് നമുക്ക് നമ്മെ തിരുത്താൻ കഴിയാത്തത്. എത്രയോ അരുതായ്മകളെ വീക്ക്നെസ്സുകളായി കൊണ്ടു നടന്ന് വീണ്ടും വീണ്ടും അതിന്റെ രുചി ആസ്വദിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഈ തീരാ ദുരന്തങ്ങളാണ്. അത് നമ്മളായി ഇരന്നു വാങ്ങുന്നതാണ്. അതിൽ നിന്ന്
രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഈ റമദാൻ മാസം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷഹ്റുസ് സബ്ർ എന്നാണ്. റമദാൻ എന്നത് ക്ഷമയുടെ മാസമാണ്. വജസാഉ സ്വബ്രി അൽ ജന്ന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമക്കുള്ള പ്രതിഫലം സ്വർഗ്ഗമാണെന്നാണ്. എന്തിൽ നിന്നുള്ള ക്ഷമയെയാണ് റമദാൻ മാസം നമുക്ക് പകർന്നു തരുന്നത്? നന്മ ചെയ്യാൻ ക്ഷമ വേണം. ആ നന്മ ചെയ്യാനുള്ള ക്ഷമ നേടിക്കിട്ടും നമുക്ക് റമദാനിലൂടെ. ആ സുഹൂറിന്റെ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന മനുഷ്യൻ, കൈക്കുമ്പിൾ നീട്ടി റബ്ബിനോട് യാചിക്കുന്ന മനുഷ്യൻ, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നഷ്ടപ്പെടാതെ തന്റെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി, ഒരു സുബഹി ജമാഅത്ത് പോലും നോമ്പുകാലത്ത് നഷ്ടപ്പെടാതെ ജീവിക്കുന്ന ഒരു വ്യക്തി, എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും ശുഷ്കാന്തി കാണിക്കുമ്പോൾ, ഇതുപോലെയുള്ള വൈജ്ഞാനിക സദസ്സുകൾക്ക് വേണ്ടി അയാൾ സമയം അനുവദിക്കുമ്പോൾ, ഇനിയൊരു പക്ഷേ ഭൗതിക ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടായാലും റമദാൻ മാസത്തിന്റെ ഇഅ്തികാഫിന്റെ പുണ്യം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അയാൾ കാണിച്ചത് എന്താ? നന്മ ചെയ്യാനുള്ള ക്ഷമയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിനെ വിളിച്ചത് സൗമുഷ് സബ്ർ എന്നാണ്, ക്ഷമയുടെ മാസം എന്നാണ്. തിന്മ ചെയ്യാതിരിക്കാൻ ഒരു വ്യക്തിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സാഹചര്യത്തെയാണ് അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തത്. വീട്ടുകാർ തിന്മയിൽ സഹകരിക്കില്ല, നമ്മുടെ കൂട്ടുകാരില്ല, സമൂഹമില്ല, എല്ലാവരും നോമ്പുകാരാണ്, എല്ലാവരും സാമൂഹികമായി പോലും പരിഷ്കരിക്കപ്പെടുകയാണ്. പിന്നെ എങ്ങനെ ഒരു വ്യക്തി മാത്രം അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നു? അതുകൊണ്ട് അയാൾക്ക് തനിക്ക് നന്മ ചെയ്യാൻ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സ്വാഭാവിക സാമൂഹിക പശ്ചാത്തലം അയാൾക്ക് മുമ്പിൽ രൂപപ്പെടുമ്പോൾ അത് അള്ളാഹു അയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു തൗഫീഖാണ്. ആ മനുഷ്യൻ അതുകൊണ്ട് തന്നെ താൻ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്വയം ബാധ്യസ്ഥനായി മാറുകയാണ്. അതുകൊണ്ടാണ് തിന്മകളിലേക്ക് ചെന്നുപെടാത്ത വിധം അയാളെ തന്റെ ഭാര്യ തിരുത്തും, ഭർത്താവ് തിരുത്തും, ഉപ്പ തിരുത്തും, ഉമ്മ തിരുത്തും, മക്കൾ തിരുത്തും. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തി നോമ്പുകാലത്ത് തിന്മകൾ വരാത്ത വിധം ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരിമാരൊക്കെ ഒരു പക്ഷേ നമ്മള് നോമ്പുകാരായിരിക്കും, അതോടൊപ്പം ഓഫീസിൽ ജോലിക്ക് പോകും. പക്ഷെ ജോലിക്ക് പോകുന്ന നമ്മുടെ കാർക്കൂന്തൽ പുറത്താണ്, നമ്മുടെ മുടി പുറത്താണ്, നമ്മുടെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ അത് എക്സ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ മറക്കാൻ കൽപ്പിക്കപ്പെട്ട പല ഭാഗങ്ങളും പുറത്ത് കാണുകയാണ്. അങ്ങനെ നൈരന്തര്യമായി ഹറാമ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അയാളുടെ നോമ്പ് ഒരു ഹറാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക? എങ്ങനെയാണ്? തലമുടി പുറത്ത് കാണിക്കുന്ന ഒരു +2 കാരിയുടെ നോമ്പ് അല്ലാഹുവിന്റെ അടുത്ത് എങ്ങനെ സ്വീകരിക്കപ്പെടും? എത്ര ഗൗരവമാണ് ഹദീസിലുള്ളത്. സിൻഫാൻ മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ വിറകുകൊള്ളികളായ 2 വിഭാഗക്കാർ. ഒന്ന്, ഭരണീയരെ ഉപദ്രവിക്കുന്ന ഭരണാധികാരികൾ, ഭരണീയരോട് അനീതി കാണിക്കുന്ന ഭരണാധികാരികൾ, പ്രജകളെ മർദ്ദിക്കുന്ന ഭരണാധികാരികൾ നരകത്തിന്റെ ഇന്ധനങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് ദുനിയാവിലൊരു പക്ഷേ വിലസും ഇതുപോലെയുള്ള ധിക്കാരികളായ ഭരണാധികാരികൾ പ്രജകളോട് അനീതി കാണിച്ച് അവരെ ശാരീരികമായി മർദ്ദിച്ച് അവരെ അടിച്ച് ഉപദ്രവിച്ച് തന്റെ ശിൽപ്പന്തികളെ കൊണ്ട് ഉപദ്രവിക്കാനുള്ള എല്ലാ കോപ്പുകളും കൂട്ടുമ്പോഴും അതിന്റെ പിറകിൽ അണിയറ വർക്കുകൾ നടത്തുമ്പോഴും അവർ ദുനിയാവിലെ വിലസുള്ളൂ. ഒരുത്തന്റെ കണ്ണീര് വീഴ്ത്തി ഒരു കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം വെടിയുണ്ടകൾ കൊണ്ട് ഭീതിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ഭരണാധികാരികളെ ഇന്ധനങ്ങളാക്കി മാറ്റുന്ന നരകമാണ് പരലോകത്ത് വരാനുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടും നഗ്നത പുറത്തു കാണിക്കുന്ന സ്ത്രീകളാണ്. തീരെ വസ്ത്രം ധരിക്കാതെ ഉടുതുണിയില്ലാതെ നടക്കുന്നവരെ കുറിച്ചല്ല, അത് മറ്റുള്ളവരുടെ മുമ്പിൽ അഴിച്ചു കൊടുക്കുന്നവരെ കുറിച്ച്, അഭിസാരികമാരെ കുറിച്ചല്ല, മറിച്ച് നിസാഉൻ കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രത്തിന്റെ നഗ്നത പുറത്തു കാണുന്ന ആളുകൾ അവർ നരകത്തിൽ ഇന്ധനങ്ങളാണ് എന്നാണ്. വലാ യജിദന റീഹഹ, സ്വർഗത്തിന്റെ വാസനയുടെ അടുത്ത് പോലും അവരുണ്ടാവില്ല എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ പൊന്നുമോൾ നോമ്പ് നോറ്റിട്ട് വീട്ടിൽ നിന്ന് പോവാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ നിന്ന് പോണത്, ഈ ഒരു മുടി, ഒരു പെണ്ണിന്റെ ഒരു മുടി ഔറത്താണ്. നോമ്പുകാരായിരിക്കെ എങ്ങനെ അത് പുറത്ത് കാണിക്കുക? അത് ഹറാമല്ല.
ലാ യദ്ഖുലുൽ ജന്നത മുസിറുൻ അലാ മഅസിയ, ഒരു പാപത്തിൽ ശഠിച്ചു നിൽക്കുന്ന വ്യക്തിക്ക് സ്വർഗ്ഗമില്ല എന്നാണ്. അതുകൊണ്ട് അത്രമേൽ ഗൗരവപ്പെട്ട ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ പരിഗണിക്കാതെ ഔറത്തും കാണിച്ചിട്ട് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് വയറിന് മാത്രം പട്ടിണി കൊടുത്ത് ഒരാൾ നോമ്പ് നോറ്റത് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് അത് സ്വീകരിക്കപ്പെടുമോ? അതുകൊണ്ട് എന്തുകൊണ്ട് അവിശ്വാസികളിൽ നിന്ന്, തെമ്മാടി കൂട്ടങ്ങളിൽ നിന്ന് ഒരു മുസ്ലിമത്തായ പെണ്ണ് വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അവളുടെ ഇസ്ലാമികമായ ഈമാനീയത്തിന്റെ വ്യക്തിത്വം കൊണ്ട് അവൾ റമദാനിലൂടെ പാലിക്കുന്ന അദബുകളിലൂടെയും മര്യാദകളിലൂടെയുമാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ഇവിടെ ഉറഞ്ഞു തുള്ളിയാലും പാടി രസിച്ചാലും ആടിച്ചാടിയാലും ശരി, ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണ്, എന്റെ റബ്ബിനെ അനുസരിക്കുകയും അവൻ സമർപ്പിക്കുകയും ചെയ്ത പെണ്ണ്, അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പന പാലിക്കും എന്ന് പറഞ്ഞ് അതിലേക്ക് താതാത്മ്യപ്പെടുമ്പോഴാണ് നമ്മുടെ നോമ്പ് അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഹദീസിൽ കാണാം, ഈ നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസാണ്, റമളാൻ വന്നെത്തിയാൽ, നോമ്പ് കാലമായാൽ മൂന്ന് പ്രയോഗങ്ങൾ കാണാം. ഒന്ന് ഫുതിഹത്ത് അബ്വാബുസ് സമാ, രണ്ട് ഫുതിഹത്ത് അബ്വാബുർ റഹ്മ, കാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. മറ്റൊന്ന് ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ആകാശങ്ങളുടെ വാതിൽ എന്തിനാ? മൂന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസുകളാണ്. ആകാശവാതിലുകൾ എന്തിനാ തുറക്കണത്? അടിമകളുടെ അമലുകൾ ഉയരാണ്, നിർബാധം ഉയരുകയാണ്. റബ്ബിന്റെ അക്കൗണ്ടിലേക്ക്, റബ്ബിന്റെ കോടതിയിലേക്ക് ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന അമലുകൾ ഉയർന്നുകൊണ്ടേയിരിക്കാണ്. അതിനാണ് വാതിൽ തുറക്കപ്പെട്ടത്. ആ വ്യക്തി സ്വർഗാവകാശിയായി മാറുകയാണ്. അയാളെ വരവേൽക്കാനാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. അയാളുടെ ജീവിതത്തിലേക്ക് മുഴുവൻ അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുകയാണ്. അതിനാണ് കാരുണ്യത്തിന്റെ വാതിൽ തുറന്നത്. ഏത് കാലമായാൽ, നോമ്പ് കാലമായാൽ, റമളാനായാൽ, ഇത് മൂന്നും അള്ളാഹു നമുക്ക് തുറന്നു തരാണ്. അള്ളാഹിന്റെ റഹ്മത്ത് എവിടെയൊക്കെ? നമ്മുടെ ആരോഗ്യത്തില്, നമ്മുടെ സമ്പത്തില്, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ നാട്ടില്, നമ്മുടെ അമലുകളിൽ, എല്ലാത്തിലും പടച്ച റബ്ബിന്റെ റഹ്മത്ത് അതിങ്ങനെ പെരുമഴ പോലെ വർഷിക്കും. അങ്ങനത്തെ മാസമാണ് റമളാൻ മാസം. ആ മാസത്തിൽ അള്ളാഹു അതിന്റെ സവിശേഷതയായി ഈ മൂന്നെണ്ണം പറഞ്ഞു. പിന്നെ പറഞ്ഞു വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ അടച്ചു പൂട്ടിയിടുന്ന, നരകത്തിന്റെ കവാടം അത് പൂട്ടിയിടപ്പെടും. സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കും, നരകത്തിന്റെ 7 വാതിലുകളും അടച്ചു പൂട്ടിയിടും. അതെന്തിനാ? ഒരു നരകാവകാശി പോലും ഉണ്ടാവാതിരിക്കാനുള്ള പ്രചോദനവും അള്ളാഹുവിന്റെ കാരുണ്യവുമാണ്. പിന്നെ പറഞ്ഞെന്താ പറയുക? വസുഫിദത്ത് ശയാത്വീൻ, പിശാചുക്കളെയൊക്കെ ചങ്ങലക്കിടുന്നാണ്. എന്തിനാ പിശാചുക്കളെ ചങ്ങലക്കിട? ഈ ഹദീസിന്റെ ശറഹിൽ കാണാം, പിശാചുക്കളെ ചങ്ങലക്കിടും എന്ന് പറഞ്ഞത്. എങ്ങനെയാ ചങ്ങലക്കിട? വിശ്വാസികളുടെ മേൽ പിശാചിനുള്ള സ്വാധീനം കുറക്കും എന്നാണോ? അതല്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് വിശ്വാസികൾക്ക് സുരക്ഷ നൽകും എന്നാണോ? രണ്ടാമർ പറഞ്ഞതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ തന്നെ ജിന്ന് പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലക്കിടും എന്നാണ്. പക്ഷേ പിന്നെയും തെറ്റ് ചെയ്യുന്ന മനുഷ്യർ, റമളാൻ മാസത്തിലും സിനിമ കാണുന്ന മനുഷ്യർ, റമളാൻ മാസത്തിലും പോൺ സൈറ്റുകൾ കാണുന്ന മനുഷ്യർ, റമളാൻ മാസത്തിലും പ്രണയിച്ച് നടക്കുന്ന മനുഷ്യർ, റമളാൻ മാസത്തിലും അന്യ സ്ത്രീകളുമായി കൊഞ്ചിക്കുഴയുന്ന മനുഷ്യർ, റമളാൻ മാസത്തിലും വ്യഭിചരിക്കുന്ന മനുഷ്യർ, റമളാൻ മാസത്തിലും കള്ളുകുടിക്കുന്ന മനുഷ്യർ, റമളാൻ മാസത്തിലും പരസ്യമായി ഭക്ഷണം കഴിച്ച് നോമ്പുപേക്ഷിച്ച് നടക്കുന്ന മനുഷ്യർ. ഇനി പിശാചുക്കളൊക്കെ ചങ്ങലക്കെട്ട് കെട്ടിയിട്ടിട്ടും പിന്നെന്തേ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? അതിന് പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്? പിശാചുക്കൾ ജിന്ന് പിശാചുക്കൾ മാത്രമല്ല, ശയാത്തീനും മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരുടെ കൂട്ടത്തിലും പിശാചുക്കളുണ്ട്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ തെറ്റു ചെയ്യുന്ന മനുഷ്യർ അവരാണ് യഥാർത്ഥ പിശാചുക്കൾ മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ തെറ്റു ചെയ്യുന്നവർ അവർ മനുഷ്യ പിശാചുക്കളായിട്ടാണ് ഈ പ്രവാചകന്റെ തിരുമൊഴിയെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ജീവിതത്തിൽ നമുക്ക് റമളാൻ മാസത്തിലും തോന്നിയാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന ഒറിജിനൽ മനുഷ്യ പിശാചിനെ കാണാം. അതങ്ങനെയാണ്. കാരണം അത്രമേൽ പിശാചുക്കൾ ചങ്ങലക്കിടപ്പെട്ടിട്ടും മനുഷ്യർക്ക് തെറ്റ് ചെയ്യുന്നിടത്ത് യാതൊരു വിധത്തിലുമുള്ള മനസാക്ഷി കുത്തില്ലാത്ത വിധം ഒരാൾ അതിന് മുതിരുന്നുവെങ്കിൽ അത്തരം ഒരവസ്ഥ ഇപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ട്. ഈ റമളാൻ മാസത്തിൽ പോലും സ്കൂളിൽ വരുന്ന പ്ലസ് 2കാരാവട്ടെ, 10ാം ക്ലാസ്സുകാരാവട്ടെ, ഹൈസ്കൂൾക്കാരാവട്ടെ, ഈ പറയുന്ന ഡിഗ്രിക്ക് പഠിക്കുന്നവരാവട്ടെ, പരസ്യമായി ഒരു സമുദായത്തെ മുഴുവൻ
വെല്ലുവിളിക്കുന്ന രീതിയിൽ, പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ പരസ്യമായി പ്രണയ ലീലാവിലാസങ്ങളിലും ഈ ലൈംഗിക തിന്മകളിലും നിർബാധം തുടരുന്നത് കാണാൻ സാധിക്കും. ഒരു നാണവും മാനവുമില്ലാതെ അത്രമേൽ വലിയ ഗൗരവത്തോടുകൂടി ഇസ്ലാം പറഞ്ഞ ഒരു വിഷയമാണിത്. റമദാനിന്റെ പകലിലോ ആ റമദാനിന്റെ മാസമായാലോ ഒരിക്കലും നിങ്ങൾ തെറ്റുകാരോ പാപം ചെയ്യുന്നവരോ ആയി മാറാൻ പാടില്ലാത്ത വിധം നിങ്ങൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന റമദാൻ പഠിപ്പിച്ച ക്ഷമയാണത്. അനുവദനീയമായ ഭക്ഷണം മുന്നിലുണ്ടായിട്ടും തിന്നാത്തവനാണ് വിശ്വാസി. അനുവദനീയമായ വെള്ളം മുന്നിലുണ്ടായിട്ടും കുടിക്കാത്തവനാണ് വിശ്വാസി. അനുവദനീയമായ ഇണ തന്റെ വീട്ടിലുണ്ടായിട്ടും അവളുമായി ലൈംഗിക വികാരത്തിന്റെ വിഷയത്തിൽ ക്ഷമ പാലിച്ചവനാണ് വിശ്വാസി. അത്രമേൽ തിന്മ ചെയ്യുന്നിടത്ത് ഒരാളെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള പരിശീലനം ലഭിച്ച ഒരു സത്യവിശ്വാസി പിന്നെ എങ്ങനെയാണ് അള്ളാഹു അനുവദിക്കാത്ത വഴിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ റമദാനിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വരാത്ത വിധം സൂക്ഷിക്കണമെന്നത് നോമ്പിന്റെ സ്വീകാര്യതയുടെ ഘടകമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിഷയത്തെ പഠിക്കുമ്പോൾ അള്ളാഹു നോമ്പ് കാലത്ത് നൽകിയ ഇളവുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് വിഷയത്തിന്റെ പൂർണ്ണതയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ ഒരു വചനം, വമൻ കാന മിൻകും മരീള, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയുണ്ടെങ്കിൽ, ഔ അലാ സഫർ, യാത്രക്കാരുണ്ടെങ്കിൽ, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, പിന്നെ നോറ്റ് വീട്ടിയാൽ മതി എന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് രോഗം, ഏത് രോഗമുണ്ടായാലാണ് നോമ്പുപേക്ഷിക്കാൻ അനുവാദമുള്ളത്, ഏത് യാത്രക്കാരാണ് നോമ്പുപേക്ഷിക്കാൻ അനുവാദമുള്ളത്? ഈ വിഷയത്തിൽ നമുക്കറിയാം, ഒരാൾക്ക് നോമ്പ് നോൽക്കൽ പ്രയാസമാണ്, അയാളോട് ഡോക്ടർ പറയാണ് നിങ്ങൾ നോമ്പ് നോൽക്കണ്ട. അങ്ങനത്തെ ഒരവസ്ഥയിലുള്ളവൻ നോമ്പ് നോൽക്കേണ്ടതില്ല. കഴിയാത്ത വിധം ജ്വരം ബാധിച്ച് തളർന്ന് ശരീരം വിറച്ച് ഒരാൾ കിടക്കുന്ന ഒരു വ്യക്തി നോമ്പ് പിന്നീട് നോറ്റുവിട്ടിയാൽ മതി. അത് അള്ളാഹു നമുക്ക് നൽകിയ ഇളവാണ്. മറ്റൊന്ന് യാത്രക്കാരനാണ്. യാത്രക്കാരൻ നോമ്പ് ഉപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യാത്രക്കാർ നോമ്പ് പ്രയാസകരമാകുന്ന രീതിയിലുള്ള യാത്രയാണ്. ഇത്ര ദൂരം പോകുന്നവർ നോമ്പ് ഉപേക്ഷിച്ചോളൂ എന്നല്ല. നോമ്പ് നോൽക്കൽ പ്രയാസമാണ് ആ യാത്രയിൽ എങ്കിൽ അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ, യാത്രക്കാരുടെ വിഷയത്തിൽ ഖിയാർ, അതായത് ചോയ്സ് അനുവദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത ഫസും, നിനക്ക് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യാത്രക്കാരനാണെങ്കിലും നോമ്പ് നോറ്റോ. വഇൻ ശിഅത ഫഅഫ്തിർ, ഇനി നീ വിചാരിക്കാണ് ഇല്ല ഞാൻ നോൽക്കണില്ല, ഞാൻ നോൽക്കണ്ട, നീ നോമ്പ് ഉപേക്ഷിച്ചോ. കുന്നാ നുസാഫിറു മഅ നബി, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യും. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരുണ്ട്, നോമ്പ് ഉപേക്ഷിച്ചവരുണ്ട്. ഫലം യഅ്ബിസ് സ്വായിം അലൽ മുഫ്തിർ, നോമ്പ് നോറ്റവൻ നോമ്പ് ഉപേക്ഷിച്ചവനെ ആക്ഷേപിക്കാറില്ല. വലൽ മുഫ്തിറു അല സ്വായിം, അതേപോലെ തന്നെ നോമ്പ് മുറിച്ചവൻ നോമ്പ് നോറ്റവനെയും കളിയാക്കാറില്ല. അതിൽ ചോയ്സ് ഉണ്ട്. ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയും എങ്കിൽ അയാൾ നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ ബോധം കെട്ട് വീണുപോയി, നോമ്പുകാരനായിരിക്കും. അദ്ദേഹം എങ്ങനെയാണ് ബോധം കെട്ട് വീണത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോമ്പുകാരനായിരുന്നു റസൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, സ്വന്തം ശരീരത്തെ ഇതുപോലെ അപകടപ്പെടുത്തി യാത്രയിൽ നോമ്പെടുക്കുക എന്ന് പറയുന്നതല്ല പുണ്യം, അള്ളാഹു അനുവദിച്ചു തന്ന ഇളവിനെ സ്വീകരിക്കലാണ് പുണ്യം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ബോധം കെട്ട് വീണ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു യാത്ര ക്ലേശകരമാകുന്ന തരത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടതില്ല. എന്നാൽ ഒരാൾക്ക് സുഖമായിട്ട് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഇവിടുന്ന് അവിടം വരെ AC കൊണ്ട് പോകാൻ പറ്റും, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കുന്നത്, അയാൾക്കത് നോമ്പെടുക്കലാണ്. റമദാൻ മാസത്തിലെ ഒരു നോമ്പ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനേക്കാൾ, നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിൽ ആർക്കാ തർക്കമുള്ളത്? അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയുന്ന ഒരു യാത്രയാണെങ്കിൽ അയാൾ നോമ്പ് നോറ്റോട്ടെ. ഇനി കഴിയുന്നില്ലെങ്കിൽ അയാൾ നോമ്പ് നോൽക്കേണ്ടതുമില്ല. അത് അവിടെ നമുക്കൊരു ചോയ്സ് അനുവദിച്ച് തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന്, ഇതിലുള്ള മറ്റൊരു ഇളവാണ് മുല കുടിക്കുന്ന കുട്ടികളുള്ള സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ വലഅ അനിൽ മുസാഫിർ, യാത്രക്കാരനെ തൊട്ട് അള്ളാഹു ഇളവനുവദിച്ചിരിക്കുന്നു. ശത്രു സ്വലാത്തി, നിസ്കാരത്തിന്റെ പകുതി അയാൾക്ക് മുറിച്ചു കൊടുത്തു.
അതായത് 4 റക്അത്തുള്ള നിസ്കാരം 2 നമസ്കരിച്ചാൽ മതി. വസൗം, നോമ്പും അയാൾക്ക് ഇളവ് അനുവദിച്ചു കൊടുത്തു. വഅനിൽ ഹുബ്ല, ഗർഭിണിയെ തൊട്ടും വൽ മുർലി, മുലയൂട്ടുന്ന സ്ത്രീയെ തൊട്ടും അസൗം, നോമ്പ് ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഗർഭിണിയായ ഒരു സ്ത്രീ അവളുടെ ആരോഗ്യത്തെ ബാധിക്കും എങ്കിൽ, നമുക്കറിയാം ഛർദിച്ച് പരവശരാകുന്ന സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെ പൂർണ്ണ ഗർഭിണിയായി വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അത്തരം സ്ത്രീകൾക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല എങ്കിൽ ഒരു ഡോക്ടറുടെ അനുവാദത്തോടു കൂടി അവർക്ക് നോമ്പ് നോൽക്കാവുന്നതുമാണ്. അപ്പോഴും ഒരു വൈദ്യശാസ്ത്ര ചികിത്സക്ക് വിധേയമാകുന്നത് നല്ലതാണ്. മറ്റൊന്ന്, ഒരു മുലയൂട്ടുന്ന സഹോദരിയാണ്. ആ മുലയൂട്ടുന്ന സ്ത്രീ ഒരു കുട്ടിയുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണെങ്കിലും സ്വന്തം ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണെങ്കിലും അവർക്ക് പിന്നീട് നോറ്റുവീട്ടിയാൽ മതി. എന്നാൽ കുട്ടിയുടെ ശാരീരികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ അവർ നോറ്റുവീട്ടുന്നതിനോടൊപ്പം ഒരു സാധുവിനൊരു ഭക്ഷണം കൂടി കൊടുത്തുകൊണ്ട് സൂക്ഷ്മത പാലിക്കേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അലം. അതുകൊണ്ട് തന്നെ ഇത്തരം ഇളവുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ശമനം പ്രതീക്ഷയില്ലാത്ത ഒരു രോഗിയോ വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനോ ഉണ്ട് എങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. അതിനു പകരം അവർക്ക് ഒരു സാധുവിന്, ഒരു ദിവസത്തെ നോമ്പിന് പകരം ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുന്നത് ഒന്നുകിൽ ഒരു വ്യക്തിക്ക് 30 ദിവസം കൊടുക്കുക, അതല്ലെങ്കിൽ ഒരുമിച്ച് 30 ദിവസം നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണത്തിന്റെ വക അവർക്ക് ഒരു കിറ്റായിട്ട് കൊണ്ടേ കൊടുക്കുക. ഇനി അതുമല്ലെങ്കിൽ വേവിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഓരോ ദിവസം ഒരു സാധുവിന് ഭക്ഷണം തുറപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നതാണ്. ആ ഹദീസിൽ നമുക്ക് കാണാം നിസ്ഫ സ്വാൾ, അര സ്വാൾ എന്നതാണ്. അതായത് 2 മുദ്ദ്. ആ 2 മുദ്ദ് ഭക്ഷണമാണ് ഒരു നോമ്പ് ഉപേക്ഷിക്കുന്നവർ, ഈ പറയുന്ന ശമനം പ്രതീക്ഷയില്ലാത്ത രോഗിയുടെ വിഷയത്തിലും വാർദ്ധക്യം കൊണ്ട് ഇനി ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയാത്തവരുടെ വിഷയത്തിലും ഇതിന് ഫിദിയ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായി നമുക്ക് അധ്യാപനം കാണാവുന്നതാണ്. ആ വിഷയത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവര് ഈ ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തിരുന്നു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികള് റൊട്ടിയും ഇറച്ചിയും കൊടുത്തുകൊണ്ട് ഭക്ഷ്യവസ്തുവായി തന്നെ കൊടുത്ത് ഒരു സാധുവിനെ ഭക്ഷണം ഊട്ടിയിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് വിശപ്പ് മാറ്റിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ ഫിദിയ കൊടുക്കലാണ് നമ്മൾ ആ വിഷയത്തിൽ അവലംബിക്കാവുന്ന ശ്രദ്ധേയമായ അതിന്റെ പരിഹാരമെന്ന് ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു തന്ന ഈ നോമ്പുണ്ടല്ലോ, ആ നോമ്പിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ നോൽക്കണമെങ്കിൽ ഒരു പ്രചോദനം അത് അള്ളാഹു തരണം, അത് തന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവപൂർവമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 തൂണുകളിലാണ് ഇസ്ലാം സ്ഥാപിതമായത് എന്ന് നമുക്കറിയാം. അതിൽ നോമ്പ് എന്ന ഒരു തൂണ് നെടും തൂണാണ്. ഒരാളുടെ ജീവിതത്തിൽ അയാൾ മുസ്ലിം ആവണമെങ്കിൽ അയാൾ നോമ്പ് നോറ്റിരിക്കണം. നോമ്പ് നോൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നോമ്പ് നോറ്റെങ്കിലേ അവൻ മുസ്ലിം ആവുള്ളൂ. ഇസ്ലാമിക സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി താരിഖു സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല. നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്നവനാണെങ്കിലാണ് ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, മതത്തിൽ നിങ്ങളോടൊപ്പം അവൻ മെമ്പർഷിപ്പ് ഉള്ളവനാകുന്നത് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവൻ സക്കാത്ത് കൊടുക്കുമ്പോഴാണ്. അത് അടിസ്ഥാന ആരാധനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേപോലെ ഒരാൾ ഇസ്ലാമിൽ ഉണ്ടാവണമെങ്കിൽ അയാൾ നോമ്പ് നോറ്റിരിക്കണം. അത് അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പനയാണ്. അത് ഇസ്ലാമിന്റെ നെടും തൂണാണ്. മറ്റൊന്ന്, ഈ വ്യക്തി അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് എന്താണ് കൊടുക്കുക? നബി തങ്ങളോട് ഒരിക്കൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്നു ചോദിച്ചു, ദുല്ലനി അല അമലിൻ, പ്രവാചകരെ എനിക്കൊരു അമല് പറഞ്ഞു തരുമോ? ഇത് അമിൽതുഹു, ഞാനത് ചെയ്താൽ എനിക്ക് സ്വർഗ്ഗത്തിൽ കയറും. അങ്ങനത്തെ ഒരു അമല് പറഞ്ഞു. അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്ക്. ഫലാ ഇദ്ല ലഹു, നോമ്പിനോളം സമപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ആരാധനയില്ല എന്ന് പറഞ്ഞിട്ടാണ് നോമ്പിനെ അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. അപ്പൊ സ്വർഗമാണ് നോമ്പിന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തത്. ഈ ഒരു വിഷയമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാഷാഅല്ലാഹ് ജോലി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ഉറക്കം ഉണ്ടാവും, കണ്ണുകളിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഉണർത്തേണ്ടതിന്റെ ഉത്തരവാദിത്തമാണല്ലോ.
സ്വർഗത്തെ കുറിച്ചാണ് പറയാൻ പോണത്. ഒന്ന് ശ്രദ്ധിച്ചളേ. ഇപ്പൊ ഇവിടെ ബഡ്ജറ്റ് അബ്ദുറഹ്മാന്റെ മാർക്കറ്റില് ഒരു ഫ്രിഡ്ജ് വെറുതെ കൊടുക്കുന്നുണ്ട് പറഞ്ഞാല് വൈകുന്നേരം വരെ തല കുത്തിക്കാൻ നമ്മൾ റെഡി ആക്കണം. ഉറങ്ങൂല്ല. കാരണം അത് അങ്ങനെയാണ്. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെ ജ്വല്ലറി എന്നൊരു പാവം വെറുതെ തരുന്നുണ്ട് പറഞ്ഞാല് 4 ദിവസം ഉണ്ണാവ്രതം അനുഷ്ഠിച്ച് അവിടെ നിൽക്കും. അത്ര ആവേശമായിരിക്കും. അതുകൊണ്ട് ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരിക. റമളാൻ മാസത്തിൽ എന്തിനു നോമ്പ് വെക്കണം? എന്താ നോമ്പ് ഒറ്റ കിട്ടാൻ പോണത്? അതാണ് നമ്മൾ കുറച്ചു നേരം പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. നോമ്പ് നോറ്റാല് സ്വർഗം തരാനാണ്. മതിയല്ലേ? മരിച്ചു ചെന്നാൽ ഏത് സമയത്തും നമ്മൾ മരിക്കാം. മരിച്ചതിനപ്പുറം അള്ളാന്റെ ഓഫറാണ്. അള്ളാഹുവിന്റെ ഓഫറിൽ സംശയിക്കണോലെ മുനാഫിക്കാണ്. പടച്ച റബ്ബ് ഒരു വാഗ്ദാനം ചെയ്തു, നോമ്പ് ഒറ്റോളി സ്വർഗം തരാം. ആ വാഗ്ദാനം തന്നപ്പോഴും കിട്ടുകാരല്ലേ എന്ന് വിചാരിക്കുന്ന കൽബാണെങ്കിൽ അവൻ മുനാഫിക്കാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഒരിക്കലും ഒരു സത്യവിശ്വാസി സംശയിക്കൂല. കാരണം ഇന്ന വഅദ റബ്ബിക ഹഖ്, നിന്റെ റബ്ബിന്റെ വാഗ്ദാനം സത്യമാണ്. അള്ളാഹു ഒരു കാര്യം തരാന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെ മാതിരി വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നില്ല. പക്ഷെ അള്ളാഹു ഒരു കാര്യം തരാറിന തന്നിരിക്കും. അതുകൊണ്ട് അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി ഞാൻ കൊടുത്തോളാം. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഓരോ കർമ്മങ്ങൾക്കും നിശ്ചിത കൂലി വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുത്തോളാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ച റബ്ബിനാൽ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് 1% ഈ ഭൂമി ലോകത്ത് വിതറിയിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തിൽ വിതറിയിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിൽ വിതറിയത് പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ ഒരംശം മാത്രമാണ്. ബാക്കി 99% വിജയിച്ചു കയറുന്ന വിശ്വാസികൾക്കുള്ളതാണ്, അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് ആരാൽ ഒരു വിശ്വാസി വഞ്ചിക്കപ്പെടാനും പാടില്ല. താൽക്കാലിക സുഖാസ്വാദനങ്ങളുടെ വരട്ടുവാദങ്ങളെ മുന്നിൽ വെച്ച് തന്ന് വ്യഭിചരിക്കാനും കള്ളുകുടിക്കാനും ഉറഞ്ഞു തുള്ളാനും ചാടിക്കളിക്കാനും ഏത് നിരീശ്വരവാദികളും നിർമ്മിതവാദികളും സ്വതന്ത്രവാദികളും ആവശ്യപ്പെട്ടാലും പടച്ചു പോറ്റുന്ന റബ്ബിന്റെ വാഗ്ദാനം എന്താണെന്നറിയാം? നിങ്ങൾ പകലന്തിയോളം ഞാൻ പറഞ്ഞ ഈ മാസത്തിൽ നോമ്പെടുത്താൽ നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗമാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കണക്ക് നോക്കാത്ത കൂലി ഒരു വിശ്വാസിയുടെ അക്കൗണ്ടിലേക്ക് കുന്നുകൂടുന്ന മഹാസൗഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് വരാൻ പോണത്. അഖ്വാനി തസല്ലമ ഫിൽ ഇസ്ലാം, 2 പേര് കൂടപ്പിറപ്പുകളാണ്, ഒരുമിച്ച് ഇസ്ലാമിക്ക് വന്നു. 2 ആൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചത്. പക്ഷെ ഒരാൾ മരിച്ചത് ഷഹീദായിട്ടാണ്, മറ്റേ ആള് പിറ്റത്തെ കൊല്ലം മരിച്ചു. അയാൾ മരിച്ചത് സ്വാഭാവിക മരണം മരിച്ചു. പക്ഷെ ഷഹീദായി മരിച്ച വ്യക്തിയെക്കാൾ മുമ്പേ സ്വർഗത്തിലെത്തി മറ്റേ വ്യക്തി എന്നതാണ് ആ സ്വഹാബി കണ്ട സ്വപ്നം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു നോമ്പുകാലം അയാൾക്ക് കിട്ടിയെന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഒരു ദിവസം മുമ്പ് അവിടെ സ്വർഗത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടുത്തെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വ്യക്തി സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. 50,000, ഇവിടുത്തെ 50,000 വർഷങ്ങളാണ് അവിടുത്തെ ഒരു ദിവസം. 50,000 50,000 വർഷം മുമ്പ് അവിടെ ഒരു മനുഷ്യന് സ്വർഗം കിട്ടുക എന്നാണ്. അവിടുത്തെ ഒരു ദിവസം മുമ്പ് സ്വർഗത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത്രമേൽ വലിയ മഹാസൗഭാഗ്യം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ജന്നത്തി ബാബ, സ്വർഗത്തിന് ഒരു വാതിലുണ്ട്, യുഖാലു ലഹു റയ്യാൻ. ആ റയ്യാനാണ് നമ്മളെ വിളിക്കുന്നത്, റയ്യാനാണ് വിളിക്കുന്നത്. വന്നോളി വിശ്വാസികളെ, സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കണം. ഐന സ്വാഇമൂൻ, സ്വർഗാവകാശികൾ സ്വർഗത്തിന് മുന്നിലെത്തുമ്പോൾ ഒരു വിളിയാളം. എവിടെ നോമ്പുകാർ? ആ നോമ്പുകാർക്ക് രാജകീയ പ്രൗഢിയിൽ സ്വർഗത്തിന്റെ സുഖലോലുപതയിലേക്ക് പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യത്തിന്റെ വിളിയാളമാണ് നമുക്ക് കേൾക്കാനുള്ളത്. നോമ്പ് നോറ്റാലാണ് അത് കിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിലുണ്ട് എൻ്റെ താത്ത, ഒരു ദിവസം നോമ്പ് വെൽക്കണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത്? കവിളൊട്ടും എമ്മാരി പുളിച്ചുകളാണ്. ഒരു കവിളൊട്ടും എന്ന് ഭയന്നിട്ട് നോമ്പ് വെൽക്കാൻ. ഇതൊക്കെ ആർക്ക്, എന്തിന്, എന്ത് തൊലിക്കട്ടി, എന്ത് ധൈര്യമാണ് അതൊക്കെ? അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പനയാണ്.
നോമ്പ് നോറ്റേ പറ്റുള്ളൂ. അത് അള്ളാഹുവിന്റെ ശാസനയാണ്, കൽപ്പനയാണ്. ഇന്നല്ലാഹ ഫറള അലൈക്കുമുൽ ഫറായിദ്, നിശ്ചിത കൽപ്പനകൾ അള്ളാഹു നിർബന്ധമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫലാ തുളയ്യുഹാ, നിവൃത്തിയില്ല ഉപേക്ഷിക്കാൻ. അങ്ങനെ ഉപേക്ഷിച്ചാൽ എന്താണെന്നറിയോ? മഹാനായ ഇമാം ദഹബി പറയാണ്, ഒരു മുസ്ലിം സൊസൈറ്റിയുടെ പൊതുബോധാണ് കേട്ടോ ഇനി പറയാൻ പോണത്. നോമ്പ് നോൽക്കാത്തവനെ കുറിച്ചുള്ള മുസ്ലിം സൊസൈറ്റിയുടെ പൊതുബോധം എങ്ങനെയായിരിക്കണം എന്നാണ് അദ്ദേഹം പറയാണ്. വഇൻദൽ മുഅ്മിനീന മുഖറർ, സത്യവിശ്വാസികളുടെ അടുത്ത് അംഗീകൃതമായ ഒരു കാര്യമാണ് അന്ന മൻ തറക സൗമ റമളാൻ, റമളാൻ മാസത്തിലെ ഒരു നോമ്പ് ഉപേക്ഷിക്കുന്ന വ്യക്തി ബിലാ മറലിൻ, രോഗമൊന്നുമില്ല, അയാൾ നോമ്പോൽക്കണില്ല, ഉപേക്ഷിക്കാണ്. അന്നഹു ശർറും മിനസ്സാനി, വ്യഭിചാരിയേക്കാൾ വൃത്തികെട്ടവനാണ് അവനാണ്. വമുദ്മിനുൽ ഖംർ, കള്ളുകുടിയനേക്കാൾ തരം താഴ്ന്നവനാണ് അവൻ. ബൽ യുത്തഹമു ഫീ ഇസ്ലാമിഹി, അയാൾ മുസ്ലിമാണോ എന്ന് പോലും സംശയിക്കണം. ബൽ സിന്ദീഖ്, അയാൾ നിരീശ്വരവാദിയാണ്. ഒരു നിരീശ്വരവാദിക്കല്ലാതെ, പടച്ചോനില്ല എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ നോമ്പ് നോൽക്കാതിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഒരു മുസ്ലിം സൊസൈറ്റിയുടെ പൊതുവെ ചില ആളുകളൊക്കെ അങ്ങനെയാണ്. ചില അമ്മമാരൊക്കെ കാണണങ്ങൾ കുട്ടിനെ വലിയൊരു മനസ്സിനെ വിളിക്കൂല, ഇന്നലെ കുറെ കുഴങ്ങി വന്നതാണ്, അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയൂല. വിളിക്കണ്ട, പാവല്ലേ, അമ്മാന്റെ കാരുണ്യം നോക്കണം നിങ്ങള്, നരകത്ത് കിട്ടിട്ട്. അങ്ങനത്തെ കാരുണ്യം ഒന്നും ഇസ്ലാമിലില്ല, മനസ്സിലായില്ലേ? ആ പയ്യനെ ഞാൻ വലിയ മനുഷ്യർ, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ പോത്തോളം വലിപ്പമുള്ള എന്റെ കാര്യം പറഞ്ഞു, മനസ്സിലായില്ലേ? ഉറങ്ങാണ്. വേറെ ചില ആൾക്കാരുണ്ട്, എനിക്ക് ജോലി ഭാരം, അതുകൊണ്ട് ദാഹിക്കും, അതുകൊണ്ട് നോമ്പ് നോൽക്കൂല. നോമ്പ് നോൽക്കാത്ത ജോലിക്കാരെ കാണാം, കൂലിപ്പണി അതിനനുസരിച്ച് ക്രമീകരിച്ചാൽ മതി. അള്ളാന്റെ കൽപ്പന പാലിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഏത് ജോലി പറഞ്ഞിട്ടാണെങ്കിലും ഈ പറയുന്ന ചിതലരിക്കുന്ന പണം കണ്ടിട്ടാണ് പരലോകവും സ്വർഗലോകവും നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ ആ മനുഷ്യൻ ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനേക്കാളും മൈക്കിൾ ഫാരഡേയേക്കാളും വലിയ ബുദ്ധിജീവി അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകപ്രകാരം മരണശേഷമുള്ള ലോകത്തിലേക്ക് വേണ്ടി അമലുകൾ ചെയ്തു വെക്കുന്നവനാണ്. അത് നിർബന്ധ കർമ്മമാണെങ്കിലും അത് ചെയ്യുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ സ്വന്തം ശരീരം നരകത്തിൽ എറിയില്ല, ബുദ്ധിയുണ്ടെങ്കിൽ സ്വന്തം സ്വർഗം നഷ്ടപ്പെടുത്തുകയില്ല, ബുദ്ധിയുണ്ടെങ്കിൽ പാപമോചനം കിട്ടാതെ പോകുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അയാൾ പെടൂല. മിമ്പറിൽ കയറുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനീയനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ള മിമ്പറിൽ കയറുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖിന്റെ അടുത്ത് വന്നിട്ട് 3 പ്രാർത്ഥനയാണ്. നബി തങ്ങളുണ്ട് ആമീൻ ആമീൻ ആമീൻ, വേറൊന്നും കേൾക്കണില്ലല്ലോ. നബി തങ്ങൾ ഇങ്ങനെ ആമീൻ പിടിക്കണുണ്ട്. മിമ്പറിൽ കയറിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്തിനാ ആമീൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അതാനി ജിബ്രീൽ, എന്റെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? ജിബ്രീൽ പ്രാർത്ഥിച്ച എന്താ അറിയോ? മൻ അദ്റക റമളാൻ, ഒരാൾക്ക് റമളാനിൽ ജീവിക്കാൻ ആയുസ് കിട്ടി, പക്ഷെ ഫലം യുഗ്ഫർ ലഹു, അയാളുടെ പാപമോചനത്തിന് വകുപ്പുണ്ടാക്കാൻ അയാൾക്ക് നോമ്പ് കാലം കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ ആ മനുഷ്യൻ ദഖലന്നാർ, നരകത്തിൽ പ്രവേശിക്കട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അതിനെന്താ അഷ്റഫുൽ ഖൽഖ് ആമീൻ പറഞ്ഞു. എവിടെ വെച്ച്? പരിപാവനമായ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ വെച്ച്. ഏത് ദിവസം? വെള്ളിയാഴ്ച ദിവസം. ഏത് സമയം? പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ സമയത്ത്. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്ക് ജിബ്രീൽ. ആരാ ആമീൻ പറഞ്ഞത്? ഭൂമി ലോകം ചവിട്ടിയ ഏറ്റവും നല്ല മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താ പറഞ്ഞത്? ഒരു റമളാൻ കയ്യിൽ കിട്ടിയിട്ട് പാപമോചനം നേടിയെടുക്കാൻ ഭാഗ്യം കിട്ടാത്തവർ നരകത്ത് കയറട്ടെ എന്നാ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഇത് കുട്ടിക്കളിയൊന്നല്ല, അത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് റമളാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പിന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അടുത്ത പ്രതിഫലം എന്താണെന്നറിയാം? ഇന്ന ലില്ലാഹി ഉതഖാ മിനന്നാർ. അല്ലാഹു റമളാൻ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിത ആളുകളെ നരകത്തിൽ നിന്ന് ഇങ്ങനെ മോചിപ്പിച്ചതായിട്ട് പടച്ച റബ്ബിന്റെ വിധി വരും.
ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഭൂമിയിലെ ഇന്ത്യ രാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ വട്ടർക്കുളം പ്രദേശത്തെ റഹീം സാഹിബിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. മരക്കാർ മൗലവിയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ ലിസ്റ്റാണ്. ഇത് 7 വാനങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ച റബ്ബിൽ നിന്ന് വന്ന് കിട്ടിയ വഹയാണ്. ആ വഹയിലെ വാചകമാണ് ഇന്ന വ്യക്തികളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നത്. റമളാൻ മാസത്തിൽ പടച്ച റബ്ബ് എടുക്കുന്ന പടച്ച റബ്ബിന്റെ വിധിയുടെ തീരുമാനമാണ്. അതിൽ ഉൾപ്പെടാൻ ഭാഗ്യം കിട്ടണം എങ്കിൽ കുറ്റമറ്റ ഒരു നോമ്പ് നാഥന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. മൻ സ്വമ യൗമൻ ഫീ സബീലില്ലാഹ്, ഈ പറഞ്ഞത് സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലാണെന്നാണ് ഹദീസിന്റെ ശറഹിൽ. ആരെങ്കിലും ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ ആ വ്യക്തിയെ 70 വർഷത്തിന്റെ ദൈർഘ്യത്തിലേക്ക് അള്ളാഹു ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു മനുഷ്യൻ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് 70 വർഷം യാത്ര ചെയ്തെങ്കിലേ നരകത്തിലെത്തുള്ളൂ. അത്ര ദൂരേക്ക് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖ, അള്ളാഹു അയാൾക്കും നരകത്തിനും ഇടയിൽ ഒരു കിടങ്ങ് തീർക്കും. ആ കിടങ്ങിന്റെ വ്യാപ്തിയും വിസ്തീർണവും ആകാശഭൂമികളുടെ വിശാലതയ്ക്ക് സമാനമാണെന്ന്. അത്രമേൽ വിശാലതയിലേക്ക് ഒരു മനുഷ്യന്റെ ശരീരവും അയാളുടെ ജീവിതവും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുന്ന നോമ്പാണ്. ആ നോമ്പ് കാലമാണ് അൽഹംദുലില്ലാ നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഒരു വിശ്വാസിക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഒരു റമളാനിൽ ഒരു വിശ്വാസി അയാളുടെ ഈ പറയുന്ന നോമ്പിന്റെ പ്രതിഫലം, അയാൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ ഓരോന്നും വന്ന ഹദീസിൽ സ്വർഗത്തിലെ ഒരു എന്താ പറയാ, ഒരു സ്ഫടിക സമാനമുള്ള കൊട്ടാരം, സ്ഫടിക സമാനമുള്ള കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഒരു വിശ്വാസി താമസിക്കുന്ന, നമ്മളിപ്പോ ഇവിടെ ഒരു മാർബിളിന്റെ സിമെന്റിന്റെ കടപ്പയുടെയും ഗ്രാനൈറ്റിന്റെയും ഒരു വീടുണ്ടാക്കാന് മൂക്കുകൊണ്ട് എന്തെല്ലാം വരക്കുന്നുണ്ട്. ആ നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് ഒരു നോമ്പ് കൊണ്ട് സ്ഫടിക കൊട്ടാരം. അത് അള്ളാഹുവിന്റെ ഓഫറാണ്. നമ്മുടെ പടച്ചവന്റെ, നമ്മുടെ നാഥന്റെ, നമ്മുടെ സൃഷ്ടാവിന്റെ, ഈ കാണുന്ന സകല ജീവജാലങ്ങളുടെയും സൃഷ്ടാവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വാഗ്ദാനം നമുക്ക് ഭാഗ്യമാണ്. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാം, അതായത് സ്വർഗക്കാരൊക്കെ സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു യോഗം വിളിക്കും, എല്ലാരും വിളിക്കും. എല്ലാരും സ്വർഗത്തിലുള്ള എല്ലാവരും വന്നിരിക്കും. അവിടെ അള്ളാഹുവും അവർക്ക് മുന്നിൽ ഹാജരാവും. എന്നിട്ട് അവരോട് പറയും, ഞാനിനി എന്താ നിങ്ങൾ തുരീദൂന ശൈഅൻ, ഞാനിനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇനി എന്താ വേണ്ടത്? സ്വർഗത്തേക്ക് വന്നു കിട്ടി പരവർണ്ണാങ്കിത ചാരുമഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരിയിരുന്ന് രാജകീയ പ്രൗഢിയിൽ പടച്ചറബ് നൽകിയ ആ ഔദാര്യത്തെയും സന്തോഷത്തെയും സമ്മാനത്തെയും അനുഭവിച്ചാസ്വദിച്ച് സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്ന് പടച്ചറബിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ അവര് പറയും, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അലം തുബയ്യിദ് വുജൂഹന, ഞങ്ങളുടെ മുഖത്തിന് ഈ കാണുന്ന പ്രകാശം തന്നത് നീയല്ല നാഥ. വതുദ്ഖിലുന അൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനാനുമതി തന്നതും ഈ നാളിന്റെ ഉടമസ്ഥനായ നീയല്ലേ. വതുൻജീന മിനൻ നാർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തതും രക്ഷിച്ചതും പടച്ചവനെ നീന്റെ ഔദാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോ ഫറഫഅൽ ഹിജാബ്, അവർക്കും അള്ളാഹുവിനും ഇടയിലുള്ള മറ നീക്കപ്പെടും. ഫയൻദുറൂന ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അവർ ഇങ്ങനെ നോക്കും. അമ്പിളി തിങ്കൾ കല ചന്ദ്രബിംബം പോലെ ആ 14-ാം രാവിലെ മേഘക്കീറുകളുടെ തടസ്സമില്ലാതെ ഒരു പൂർണ്ണചന്ദ്രനെ കാണുന്ന ആ ഒരു സൗകുമാരികതയിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വിശ്വാസി സമൂഹം ഒന്നടങ്കം അവരുടെ കണ്ണുകൾക്ക് കുളിർമയേകി കാണാൻ കിട്ടുന്ന മഹാസൗഭാഗ്യത്തിന്റെ പുണ്യത്തിന്റെ പേരാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇന്നലി സ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമാണ്. ഫർഹത്തുൻ ഇൻദൽ ഫിത്ർ, നോമ്പ് തുറക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദവും കുളിർമയും ആശ്വാസവും. അതിനുമപ്പുറത്ത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, പടച്ച റബ്ബിനെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷവും. അപ്പൊ അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്നതാണ് നോമ്പ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാക്ക് തരുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും പാരമ്യതയിലാണ് ആ യോഗം നടക്കുന്നത്. അവിടെ വെച്ചാണ് പടച്ച റബ്ബിനെ വിശ്വാസി സമൂഹം കാണുന്നത്. ആ കാണുന്ന മഹാസൗഭാഗ്യം നേടിക്കിട്ടുന്നത്
കുറ്റമറ്റ ഒരു നോമ്പ് കൊണ്ടാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹർ, റമളാൻ മാസത്തിൽ നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങി കിട്ടിയതിനാൽ റമളാൻ മാസത്തിൽ നിങ്ങൾ ആയുസ്സോടെ ഉണ്ടെങ്കിൽ ഫൽയസുംഹു, നിങ്ങൾ നോമ്പെടുക്കണം. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇതിനാണ് നോമ്പ്. വെറുതെ അങ്ങനെ പറഞ്ഞൊന്നല്ല. നോമ്പ് നോൽക്കാൻ ബാധ്യസ്ഥരായത് എന്തുകൊണ്ടാ? ഖുർആൻ ഏറ്റുവാങ്ങിയത് കൊണ്ടാണ്. ദൈവിക വേദഗ്രന്ഥമാണ് ഖുർആൻ, മനുഷ്യന്റെ വഴികാട്ടിയാണ് ഖുർആൻ. ആ ഖുർആൻ കിട്ടിയതിന് സന്തോഷമായി, നന്ദി സൂചകമായി അള്ളാഹുവിന്റെ മുമ്പിൽ നോമ്പനുഷ്ഠിക്കുക എന്നതാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിച്ച ഈ നോമ്പുകാലം നമുക്ക് മുതലാക്കണം. എങ്ങനെ മുതലാക്കണം? ഒന്ന്, ഖുർആനിന്റെ വാർഷിക മാസം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഒരാവർത്തിയെങ്കിലും, അൽഹംദുലില്ലാഹ്, ചില സുമനസ്സുകളൊക്കെ 2, 3, 4 വട്ടമൊക്കെ ഖുർആൻ പൂർണ്ണമായി ഖത്തം തീർക്കാറുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും പടച്ച റബ്ബേ നിന്റെ കലാം പൂർണ്ണമായും ഞാൻ ഓതി തീർക്കും എന്ന് അള്ളാഹുവിനോട് നിയ്യത്ത് വെച്ചുകൊണ്ട് വേണം ഇൻഷാ അല്ലാഹ് റമളാൻ മാസത്തിൽ നമ്മൾ കയറാൻ. അവസാനത്തെ റമളാൻ മാസത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പൂർണ്ണമായും റസൂലുള്ളാഹിയുടെ ഹിഫ്ള് പരിശോധിച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതിലെന്താ നമുക്ക് മാതൃക ഉള്ളത്? ഖുർആൻ പഠനത്തിന്, തജ്വീദ് പഠനത്തിന്, ഹിഫ്ള് പഠനത്തിന്, അർത്ഥ പഠനത്തിന് വേണ്ടി റമളാൻ മാസത്തെ ഉപയോഗിക്കൽ വിശേഷപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് മാതൃക കിട്ടിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് എവിടെ ദീനി ക്ലാസുകൾ ഉണ്ടെങ്കിലും അവിടെ പങ്കെടുക്കണം. QHLS ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ സമയം നമ്മൾ അനുവദിക്കണം. ഇത് റമളാൻ മാസത്തിൽ വിശേഷപ്പെട്ട ഒരു നന്മയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു നോമ്പെടുക്കണം. മൻ സോമ റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനും ഇഹ്തിസാബും ഉണ്ടായാൽ മതി. സത്യവിശ്വാസം വേണം. ശിർക്കന്മാർ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. ജാറവും മഖ്ബറയും അടക്കമുള്ള വിശ്വാസങ്ങളെയും ഉറുക്കും ഏലസും ഐക്കല്ലും അടക്കമുള്ള വിശ്വാസങ്ങളെയും നെഞ്ചിൽ വെച്ചിട്ട് മഹത് വ്യക്തികൾ എന്ന് പറയുന്ന ആരാധ്യന്മാരും ദൈവികതയും ആധ്യാത്മികതയും ആത്മീയതയും വകവെച്ചു കൊടുത്ത സിദ്ധന്മാരും ബീവിമാരും തങ്ങന്മാർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജീവൽ പ്രശ്നങ്ങൾക്ക് അവരിൽ നിന്ന് പരിഹാരം തേടി പോകുന്ന ജോത്സ്യന്റെ വാതിൽ മുട്ടുന്നവന്റെ ആരാധന പടച്ചോന്റെ അടുത്ത് ഉണ്ടാവില്ല. ശിർക്കന്മാരുടെ ആരാധന പടച്ച റബ്ബ് ഡിസ്ക്വാളിഫൈ ചെയ്ത ആരാധനയാണ്. അത് ബാത്തിലാണ്. അത് ഖുർആനിന്റെ നസ്സാൻ. അതിൽ നിന്ന് അഷ്റഫുൽ ഖൽഖിന് പോലും മോചനമില്ല. 10-18 അമ്പിയാക്കളുടെ പേര് തുടർച്ചയായി ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞാണല്ലേ ഇന്ന അഷ്റഖു ലയഹബത, അവരൊക്കെ എന്നോട് പങ്കു ചേർക്കുന്നവരാണെങ്കിൽ മുത്തുമണികളെ പോലെ ഖുർആൻ പരിചയപ്പെടുത്തിയ അമ്പിയാക്കളുടെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇവരൊക്കെ എന്നോട് ശിർക്ക് ചെയ്താലും ഇവരുടെ അമൽ അടക്കം പൊളിഞ്ഞു പോകും. പിന്നെയല്ലേ വേറുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കില്ലാത്ത ഒരു വിശ്വാസത്തോടെ പ്രതിഫലം കിട്ടണേ എന്ന അങ്ങേറ്റത്തെ ആഗ്രഹത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പ് നോൽക്കണം. നമ്മളെ നോമ്പൊക്കെ അള്ളാന്റെ അടുത്ത് കിട്ടിക്കണമെന്ന് നോക്കാൻ പണ്ഡിതന്മാരെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാം. എന്താണെന്നറിയോ? നോമ്പിന് ശേഷം ഇയാൾ ആ പഴയ മനുഷ്യൻ തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഇയാളെ നോമ്പ് അള്ളാഹിന്റെ അടുത്തില്ല. അത്ര അതാണ് ഒരാളുടെ നോമ്പ്. കാരണം നോമ്പ് കഴിഞ്ഞാൽ ലക്ഷ്യം നേടിയിരിക്കണം, തഖ്വയെ സാക്ഷാത്കരിച്ചിരിക്കണം. തഖ്വയെ സാക്ഷാത്കരിച്ചവൻ പിന്നെ ഒരിക്കലും നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെയും ഔറത്തും മറിച്ച് ഈ പറഞ്ഞ തമ്മാടിക്കൂട്ടങ്ങളോടൊപ്പം സഹവസിച്ച് നടക്കൂല. ആ വ്യക്തിയുടെ നോമ്പ് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതിന്റെ മാനദണ്ഡമാണ് ആ പറഞ്ഞത്. നോമ്പിന് ശേഷം ഇയാളുടെ സ്വഭാവം നോക്കിയിട്ടാണ് കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്ന് അളക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞൊരു അളവുകോൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂലി കിട്ടണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടി നോമ്പെടുത്താൽ അയാളിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ ഡിലീറ്റഡ്. അതാണ് നോമ്പിന്റെ ഒരു പോരിശ, ഡിലീറ്റഡ്. 2, മൻ ഖാമ റമളാൻ, റമളാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കുക എന്നുള്ളത് വിശേഷപ്പെട്ട പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഒരു ആരാധനയാണ്. അതിന് കിട്ടുന്ന ഓഫർ എന്താണെന്ന് പറയും? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് തറാവീഹ് നിസ്കാരം ഒന്നുപോലും ഒരു നോമ്പ് തുറന്റെ പേരിൽ പോലും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊള്ളി. ആരാന്റെ ഖിയാമുൽ ലൈൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു നോമ്പ് തുറ നടത്തും വേണ്ട. ഇനി നോമ്പ് തുറ നടത്തിയാൽ തന്നെ എന്തത് പക വീട്ടിയ മാതിരി, ചേര എര മുണിഞ്ഞ മാതിരി ഒരൊറ്റ തീറ്റയാണ്. എന്നിട്ട് ഇങ്ങനെ മയങ്ങി ഇങ്ങനെ കിടക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയ്യാകും വൽ ബിത്ന, വയറ് മുട്ടയെ തിന്നുന്നത് സൂക്ഷിച്ചോ.
ഫഇന്നഹാ മഫ്സദത്തുൻ ലിജിസ്മിഹി, അത് അവന്റെ ശരീരത്തിന് നാശാണ് ഒന്ന്. അതോടൊപ്പം വമലറത്തുൻ ലിജസദിഹി, അയാളുടെ ബോഡിക്ക് കേടാണ്. അതിനുമപ്പുറത്ത് അയാളുടെ ഇബാദത്തിനെ നശിപ്പിക്കുന്നതാണ്. അയാളുടെ ഇബാദത്തിനെ നശിപ്പിക്കുന്നതാണ്. തറാവീഹൊന്നും തീർന്നതും പണ്ട് കൊല്ലക്കാരൻ നിസ്കരിച്ചപ്പോൾ കഥ പറഞ്ഞില്ലല്ലോ, ഞാൻ പലിശയും അതിന്റെ കൂട്ടുപലിശയും അടക്കം കൂട്ടിക്കഴിഞ്ഞിട്ടും 11 തറാവീഹ് കഴിഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ അയാളെന്താ അതിന്റെ തറാവീഹിന് കൈയ്യട്ടിട്ട് അയാൾക്കെന്താ പണി? പലിശയും പലിശയുടെ പലിശയൊക്കെ കണക്ക് കൂട്ടുന്ന പരിപാടിയാണ്. ഇത് കിട്ടൂല. അത് ഉറങ്ങി തൂങ്ങി ഒരു ഇമാമിനൊക്കെ 100 വട്ടം പിരാവും, നിർത്തണില്ല. കുറെ ഇങ്ങോട്ട് ചാടും, കുറെ ഇങ്ങോട്ട് ചാടും. അത് ഒരു നിൽക്കാൻ പോലുമുള്ള ആരോഗ്യ ഒരു വ്യക്തിക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ക്രാന്തദർശിയാണ്, ദീർഘവീക്ഷണമുള്ള സ്വഹാബിയാണ്. വയറ് മുട്ട തിന്നരുത് എന്നാ പറഞ്ഞത്. വയറ് മുട്ടുന്ന രൂപത്തില് നമ്മളിത് എന്താണെന്നറിയാം, ഇത് നോമ്പ് തുറക്കണ സമയത്ത് ആദ്യം ഫ്രൂട്ട്സ്, ഈത്തപ്പഴം പോലുള്ള കഴിയും, പിന്നെ ആ എണ്ണക്കടിൻ്റെ ഒരു ലോകം വരാണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചപ്പാത്തി, പത്തിരി, ആ ഐറ്റംസ് വരിക. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ബിരിയാണി, കുഴിമന്തി, കപ്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. അത് കഴിഞ്ഞിട്ടാണ് ആ കട്ടൻ ചായ ഉണ്ടാകുക. അതൊക്കെ കൂടി കഴിയുമ്പോഴേക്ക് ഇയാൾക്ക് കാട്രായി അടിച്ച മാതിരി ഉണ്ടാവും, നിസ്കരിക്കാൻ കഴിയില്ല. അത് സ്വന്തം റമളാൻ മാസത്തിലെ തറാവീഹിനെ നശിപ്പിച്ചിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ തിന്നിട്ട് എന്താ കാര്യം? അത് അയാളുടെ ശരീരത്തിനും കേടാണെന്നാണ്. അതുകൊണ്ട് വളരെ മിതം പാലിച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതികളാണ് ഒരു വിശ്വാസിക്ക് റമളാൻ മാസത്തിൽ അയാൾക്കതിന് കഴിയും. പച്ചവെള്ളവും ഈത്തപ്പഴവും കഴിച്ച് റമളാൻ മാസം കഴിച്ചു കൂട്ടിയ സ്വഹാബികളുണ്ട്, അവർക്കതിന് സാധിച്ചിട്ടുണ്ട്, നമുക്കും കഴിയും. അതുകൊണ്ട് തീർച്ചയായും ഭക്ഷണം, ഇനി അത്താഴം കഴിക്കുകയാണെങ്കിലും വൈകുന്നേരം വരെ നീട്ടിക്കൊണ്ടുപോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒന്നായിട്ട് തിന്നിട്ട് പിന്നെ സുബഹിക്ക് മുമ്പ് 2 മിനിറ്റ് കൂടി ഉണ്ട് ഒന്നാണ് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ജമാഅത്തും കൂടി കളി. അതിനുള്ള കാരണം എന്താ? അത്രയും അവിവേകികളും ശ്രദ്ധയില്ലാത്തവരുമാണ് പല മനുഷ്യന്മാരും. സ്വന്തം സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉറങ്ങാന് ഭർത്താക്കന്മാരെ അയക്കരുത്. അത് അവിടെ ഇരുന്നു ഓതി പിന്നെ പള്ളിയിൽ പോയി സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ടും പള്ളിയിൽ പോയി അവിടുന്ന് അവർക്ക് അതിന്റെ കൂലിയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം, സഹായിക്കണം. തുഈനുക ഫിൽ ആഖിറ എന്ന് വെറുതെ പറഞ്ഞൊന്നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിന്റെ കാര്യത്തിൽ ഭർത്താവിനെ സഹായിക്കും, മക്കളെ സഹായിക്കും, ഉമ്മാനെ സഹായിക്കും. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാവട്ടെ തിന്നെന്നും പറഞ്ഞ് തീറ്റിച്ചിട്ട് അവരുടെ ഇബാദത്തിനെ നശിപ്പിക്കുന്ന രൂപത്തിലാവും ചെയ്യരുത്. അങ്ങനെ ഒരു നോമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കണം. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ രാത്രി നമസ്കാരത്തിന്റെ കൂലി മുഴുവൻ നമുക്ക് കിട്ടണം. ഒരാൾ ഇമാമിന്റെ പിറകില് രാത്രി ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ട് തറാവീഹ് പൂർത്തീകരിച്ചാൽ ആ രാവ് മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇശാ ജമാഅത്തും തറാവീഹും അതൊരു ഇമാമിന്റെ കീഴിൽ പൂർണ്ണമായി നമസ്കരിക്കുന്ന ഒരു രീതിയിലെ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ അതില് നമുക്ക് ചോയ്സ് ഉണ്ട്. നമ്മുടെ സൗകര്യത്തിന് അത് ഉറപ്പാവണം. ഇമാമിന്റെ കീഴിൽ നിന്നാൽ ആ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലം രേഖപ്പെട്ട് കിട്ടുമെങ്കിൽ നമ്മളത് നേടുക. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരാൾ വിചാരിക്കാണ് രാത്രിയുടെ യാമങ്ങളിൽ പ്രകൃതിയും സസ്യലതാദികളും ജീവജാലങ്ങളും ഒക്കെ ഉറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊരാൾ ആഗ്രഹിച്ച് ആ നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. കാരണം അത് ഏറ്റവും അഫ്ളലായ സമയമായി പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ആ സമയത്ത് ഉറങ്ങി തൂങ്ങി ഞാൻ അങ്ങനെ ചെയ്യുന്നൊക്കെ വിശ്വസിച്ച് അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ തറാവീഹും കൂടി ഉള്ളവും കൂടി നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആവാതിരുന്നാൽ മതി. അതിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. പിന്നെ 11 റക്അത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സ്വഹീഹായ ഹദീസോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് മാതൃകയാക്കി വന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അഫ്ളൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് ചെയ്യലാണ്. മാകാന യസീദു, ഇത് ഇമാം ബുഖാരി കൊടുക്കുന്നത് സ്വലാത്തു തറാവീഹ് എന്ന ബാബിലാണ്, അല്ലാതെ വിത്ർ എന്നുള്ള ബാബിലൊന്നല്ല. ഇവിടുത്തെ മറ്റു വിഭാഗങ്ങൾ പറയുന്നത് പോലെ സ്വലാത്തു തറാവീഹിന്റെ ബാബില് മാകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 11 റക്അത്തിലധികം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ ഖിയാമുൽ ലൈൽ അധികരിപ്പിച്ചിട്ടില്ല എന്ന് ആയിഷ ബീവിയിൽ നിന്ന് സ്വഹീഹായ പരമ്പരയോടുകൂടി നബിയുടെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും
ബലിഷ്ഠമായത് പ്രവാചകനിൽ നിന്ന് വന്നു കിട്ടിയ മാതൃകയെ അവലംബിക്കലാണ്. ആ രീതിയിൽ തന്നെ ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് പൂർത്തീകരിക്കുക. ഖിയാമുൽ ലൈൽ നിസ്കരിച്ചാലും ഞാൻ ആ നേരത്തെ പറഞ്ഞ സ്വർഗത്തിലെ മുത്തുണ്ടല്ലോ, ആ സ്ഫടിക സമാന മുത്ത്, അത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 1000 മാസങ്ങളെക്കാൾ ഉത്തമമേറിയ ലൈലത്തുൽ ഖദർ റമളാനിലാ വരുന്നത്. അത് ഇതിന്റെ ഒരു മഹത്വമാണ്, റമളാനിന്റെ ഒരു മഹത്വമാണ്. ആ ലൈലത്തുൽ ഖദറിന്റെ അവസരം ആർക്കാണോ കിട്ടാതെ പോയത് അയാൾക്ക് മുനിഅൽ ഖൈറു കുല്ലന, എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോയ, തടയപ്പെട്ട ഒരു വ്യക്തിയാണെന്ന്. ലൈലത്തുൽ ഖദർ പാഴായവൻ അയാളുടെ ലൈഫിലെ എല്ലാ ഖൈറും നഷ്ടപ്പെട്ടവനെ പോലെയാണെന്നാണ് ഹദീസിലുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ലൈലത്തുൽ ഖദർ എല്ലാ ഖൈറിനും ലഭിക്കുന്ന ഒരു രാത്രി കൂടിയാണെന്ന് അതിന്റെ മറുഭാഗം നമുക്ക് മനസ്സിലാവും. എല്ലാ ലൈലത്തുൽ ഖദർ കിട്ടാത്തവൻ എല്ലാ ഖൈറും നഷ്ടപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ലൈലത്തുൽ ഖദർ കിട്ടിയവൻ ലോകത്തുള്ള ജീവിതത്തിലെ മുഴുവൻ ഖൈറും നേടിയവനാണെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നിശ്ചയിച്ച ആ ഒരു രാവ് തനിക്ക് ലഭിക്കണം എന്ന് വിചാരിച്ചും ചിന്തിച്ചും ലൈലത്തുൽ ഖദറിനെ ജീവിപ്പിക്കാനും കൂടി നമ്മൾ ഈ റമളാൻ മാസത്തെ ഉപയോഗിക്കണം. പിന്നെ വിശേഷപ്പെട്ട ആരാധനയായി പഠിപ്പിച്ചതാണ് ഇഅ്തികാഫ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിനങ്ങളിൽ പ്രത്യേകമായി ഇഅ്തികാഫ് ഇരുന്നതായിട്ടും മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു റമളാനിൽ 20 ദിവസവും ഇഅ്തികാഫിലേക്ക് പ്രവേശിച്ചതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇഅ്തികാഫ് എന്ന വിശേഷപ്പെട്ട നിയ്യത്തോടുകൂടി ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുകയും കച്ചവടവും ക്രയവിക്രയവും ഭൗതിക കാര്യങ്ങളിൽ നിന്നൊക്കെ ചിന്തയെ പടച്ച റബ്ബിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് ഇബാദത്തുകൾ കൊണ്ട് അവനവന് കിട്ടാനുള്ളത് മാക്സിമം സമ്പാദിക്കാൻ ഈ പറയുന്ന റമളാനിലെ ഒറ്റയിട്ട രാവുകളെ വിനിയോഗിക്കാനുള്ള ശ്രദ്ധയും നമുക്കുണ്ടാവണം. അതോടൊപ്പം ഇത് ഷഹ്റു തൗബയാണ്. പോയ കാലത്ത് വന്നുപോയ ഒരുപാട് പാപങ്ങളുണ്ട്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ടു ചെയ്തത്, ദുർബല നിമിഷങ്ങളിൽ ചെയ്തു പോയത്, പ്ലാൻ ചെയ്ത് നമ്മളിൽ നിന്ന് വന്നുപോയ കൂരിരുട്ടു നിറഞ്ഞ ജീവിതത്തിലെ കൊടും ഭീകരമായ തിന്മകൾ അടക്കം, കൊലപാതകങ്ങൾ അടക്കം ചെയ്തവർ ഉണ്ട്. ആരും അറിയാതെ മനുഷ്യ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകളഞ്ഞവർ, അത് ഗർഭസ്ഥ ശിശുവിനെയാണെങ്കിലും അതല്ല മറ്റേത് സാഹചര്യങ്ങളിലാണെങ്കിലും കൊലപാതകങ്ങൾ അടക്കം ചെയ്യുന്ന മനുഷ്യർ ഇന്ന് സമൂഹത്തിലുണ്ട്. വ്യഭിചാരത്തിൽ 100 കണക്കിന് സ്ത്രീകളെ ഈ ലൈംഗിക തിന്മകൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്ന മനുഷ്യരും സമീപിച്ച മനുഷ്യരും ഉണ്ടായിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ വന്നുപോയ എത്രയോ 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 പാപങ്ങൾ, അള്ളാഹുവിന്റെ ശാപവും കോപവും നരകവും ശിക്ഷയും ഒരുപോലെ അർഹമാകുന്ന പാപങ്ങൾ, സാമ്പത്തിക തിന്മകൾ, എത്രയോ മനുഷ്യരെ ചൂഷണം ചെയ്തവർ, ആരാന്റെ ഭൂമി കൊള്ളയടിച്ച് കൈവശപ്പെടുത്തിയവർ, കൂടപ്പിറപ്പുകളെ പോലും ചതിച്ച് വമ്പിച്ച സമ്പത്ത് കൊള്ളയടിച്ച മനുഷ്യന്മാർ, പലിശയിൽ മുങ്ങിത്താഴ്ന്ന ഒരു ജീവിതം നയിച്ച അവസ്ഥയുള്ളവർ, അങ്ങനെ ജീവിതത്തിന്റെ പോയ കാലങ്ങളിൽ എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങൾ കൊണ്ട് പടച്ച റബ്ബിന്റെ അടുത്ത് ശാപവും കോപവും എരന്നു വാങ്ങിയ അവസ്ഥയിലുള്ള മനുഷ്യന്മാരുണ്ടാവും. അവർക്ക് മാനസാന്തരപ്പെടാനുള്ള ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത്. ഷഹ്റു തൗബ എന്നാൽ മഗ്ഫിറത്തിന്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. സ്വന്തം പാപങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, വിറയാർന്ന ചുണ്ടുകളുമായി, പേടിച്ചു മിടിക്കുന്ന ഹൃദയവുമായി, കുറ്റഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി 1000 വട്ടം പടച്ച റബ്ബിനോട് എഴുതി കൊണ്ടുവന്ന തുണ്ട് പേപ്പർ മുന്നിൽ വെച്ച് മാപ്പ് ചോദിക്കാനുള്ള ദിനരാത്രങ്ങളാണ് റമളാനിലെ ദിനരാത്രങ്ങൾ. പറഞ്ഞോളി മനുഷ്യന്മാരെ, അടുത്ത ദിവസം അടുത്ത വർഷം റമളാനിലേക്ക് കയറാൻ ഭാഗ്യം കിട്ടുമോ? ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. ഓരോരുത്തരും ആയുസ് ഞട്ടറ്റ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കാൻ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാൻ മാത്രം കരുണാവാരിധിയാണ് നമ്മുടെ അള്ളാഹു. തവ്വാബ് എന്നത് അള്ളാഹുവിന്റെ നാമമാണ്. ഗഫാർ അള്ളാഹുവിന്റെ നാമമാണ്. ഗഫൂർ അള്ളാഹുവിന്റെ നാമമാണ്. ഇന്നക അഫൂവൻ, മാപ്പ് നൽകുന്നവൻ, ഇത് നമ്മുടെ റബ്ബിന്റെ നാമമാണ്. അതുകൊണ്ട് മാപ്പ് ചോദിക്കാനുള്ള സമയമാണിത്. എത്രയോ തിന്മകളാ നമ്മളുടെയൊക്കെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവും. ഒക്കെ എഴുതിക്കൊണ്ടുവരണം, ഓരോന്നും എഴുതിക്കൊണ്ടുവരണം. എന്നിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് ആരും കാണണ്ട, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നിട്ട് ഈ തുണ്ട് പേപ്പർ കയ്യിലെടുത്തിട്ട് കരഞ്ഞ് റബ്ബിനോട് മാപ്പ് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് 100 പേരെ കൊന്ന മനുഷ്യന് പോലും പുറത്തു കൊടുത്ത ഒരു റബ്ബ് നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുണ ചൊരിയുകയും നമ്മുടെ പാപം പൊറുക്കുകയും മാപ്പാക്കുകയും
ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. ഗഫൂറും ഗഫാറും അള്ളാന്റെ നാമങ്ങളല്ലേ. എന്താ അതിന്റെ അർത്ഥം? ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവനാണ്, ഗഫാർ എന്ന് പറഞ്ഞാലും പാപം പൊറുക്കുന്നവനാണ്. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അറബി ഭാഷയിൽ അക്കൂല് അക്കാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്കൂൽ എന്ന് പറഞ്ഞാൽ ഇരുന്ന ഇരിപ്പില് ഒരുപാട് തിന്നണ മനുഷ്യനാണ് അക്കൂൽ എന്ന് അറബി ഭാഷയിൽ പറയാം. പൊറാട്ട എണ്ണിക്കോളി, ഒരു 50 പൊറാട്ട ഒരുമിച്ചാണ്ട് എടുത്ത് തിന്നുന്ന ഒരു മനുഷ്യനാണ് വിചാരിച്ചോളൂ. അയാളെയാണ് അറബി ഭാഷയിൽ അക്കൂൽ എന്ന് വിളിക്കുക. അക്കാൽ എന്ന് വിളിക്കാറിയാം. രാവിലെ ഒരു 25 പൊറാട്ട ദഹിച്ച് വയറ് കാലിയായ ഒരു ടൈമാണല്ലോ. പിന്നെ ഒരു നാസ്തന്റെ സമയത്ത് ഒരു 15 പൊറാട്ട, ഉച്ചക്ക് വിശക്കണ നേരമാണല്ലോ, അപ്പൊ ഒരു 30 പൊറാട്ട, വൈകുന്നേരം ക്ഷീണിക്കണ സമയമാണല്ലോ, അപ്പൊ ഒരു 25 പൊറാട്ട, പിന്നെ രാത്രി കടക്കാതെ പട്ടിണി കിടക്കാൻ പറ്റൂലല്ലോ, അപ്പൊ ഒരു 25 പൊറാട്ട. ഇങ്ങനെ തിന്നണ മനുഷ്യനാണ് അറബി ഭാഷയിൽ അക്കാൽ എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഷയുടെയും പ്രത്യേകത മനസ്സിലാകാനാണ് ഞാൻ പറഞ്ഞത്. ഗഫൂർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു തെറ്റ് എത്ര വലുതാണെങ്കിലും മാപ്പ് നൽകാൻ മനസ്സുള്ളവൻ എന്നാണ്. ഗഫാർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര തവണ തെറ്റ് ചെയ്താലും അത്രയും തവണ മാപ്പ് നൽകാൻ വിശാലത ഉള്ള കരുണാവാരിധിയായ റബ്ബിനെയാണ് ഗഫാർ എന്നുള്ള നാമം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരാശ വേണ്ട. സ്വന്തത്തോട് തന്നെ ഒരുപാട് ധിക്കാരവും അതിക്രമങ്ങളും പ്രവർത്തിച്ച് നരകത്തിന്റെ ഇന്ധനമാക്കി മാറ്റിയ ശരീരമായിരിക്കാം. ആ മനുഷ്യരോടാണ് അള്ളാഹു പറയുന്നത്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്തിൽ ആരും നിരാശപ്പെടണ്ട, അള്ളാഹു മാപ്പേകുന്നവനാണ്. അതുകൊണ്ടല്ലേ റമളാൻ മാസത്തിൽ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, പടച്ചോനെ നീ മാപ്പ് തരുന്നവനാണ്, നീ മാപ്പാക്കുന്നവനാണ്, അതുകൊണ്ട് എന്റെ തെറ്റുകൾ മാപ്പാക്കണേ. ഇത് പറയാനുള്ള ഒരു സുവർണാവസരമാണ് ഇൻഷാ അല്ലാഹ് വരുന്നത്. അതുകൊണ്ടാണ് സ്വഹാബികളൊക്കെ റമളാനിനെ കാത്തിരുന്നത് പുതുമണവാളൻ പ്രഥമ രാത്രിയെ കാത്തിരിക്കുന്നത് പോലെയാണെന്നാണ്. കുന്നാ നൻതലിറുൽ റമളാൻ കമാ യൻതലിറുൽ അറൂസു ലൈലതഹു. ഒരു പുതുമണവാളൻ തന്റെ പ്രഥമ രാത്രി കാത്തിരിക്കുന്നത് എത്ര ഉത്കണ്ഠയോടെയും ആഗ്രഹത്തോടെയും മോഹത്തോടും കൂടിയാണോ, അതേപോലെയാണ് ഞങ്ങളൊക്കെ റമളാനിന് വേണ്ടി കാത്തിരുന്നത്. സുഹൃത്തുക്കളെ, റമളാൻ വന്നെത്തുകയാണ്. അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലം നമ്മളിലേക്ക് വന്നെത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് അണഞ്ഞുകൂടാം. നമുക്ക് കണ്ണ് തന്നവനാണ് അവൻ, അവനെ നമുക്ക് വിശ്വസിക്കണം. അവൻ നമുക്ക് ചെവി തന്നവനാണ്, നമുക്ക് ഈ കാണുന്ന കൈകാലുകളും ആരോഗ്യവും തന്നവനാണ്. ആ റബ്ബിനെയാണ് ഇവിടെ അനുസരിക്കണമെന്ന് പറയുന്നത്, മറ്റാരെയുമല്ല സുഹൃത്തുക്കളെ. സെലിബ്രിറ്റികളെയും സിനിമാ നടിമാരെയും കളിക്കളങ്ങളിൽ കാൽപന്ത് വിസ്മയങ്ങൾ കൊണ്ട് മാസ്മരികത തീർക്കുന്നവരെയും നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഊർജവായു തന്നവൻ, വെള്ളം തരുന്നവൻ, ആഹാരം തന്നവൻ, മേച്ചിൽപ്പുറങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ ആ റബ്ബിനെയാണ് ഇൻഷാ അല്ലാഹ് അവന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് നോമ്പുകാലം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയും നോമ്പുകാലത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. ഈ വന്നിരുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ ഒരു കാര്യം, വീട് കഴുകി തുടങ്ങിയില്ലേ, മാഷാ അല്ലാഹ്, വസ്ത്രോ റാക്കടക്കം സകല കൂറകളെയും തീരുമാനാക്കിയിട്ടുണ്ടാവും. നമ്മുടെ വസ്ത്രവും വീടും ഒക്കെ കഴുകി ശുചീകരിച്ചു, അൽഹംദുലില്ലാഹ്. അരിപ്പൊടിയും വാങ്ങി, മഞ്ഞൾപ്പൊടിയും വാങ്ങി തുടങ്ങി. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രിപ്പറേഷനായി. ഇതും കൂടി കഴുകിയാൽ മതി. അഹങ്കാരം, അഹന്ത, പക, വെറുപ്പ്, വിദ്വേഷം, മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത വെറുപ്പ് മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കുകയാണ്. ഓരോരുത്തരെ കുറിച്ച് ഓരോ മുൻവിധി, ആരാന്റെ നാവുന്നാണ് ഓരോരുത്തർ മാർക്കിടുന്നത്. അതൊന്നും ഉണ്ടാകാൻ പറ്റൂല. ഹുസ്നുള്ളന്, നല്ല ചിന്തയോടുകൂടി മനുഷ്യന്മാരെ സമീപിക്കണം. ഒരു വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി കേട്ട അയാളോട് തീർക്കണം. ഒരു വ്യക്തിയോട് പിണക്കം വെച്ച് കണ്ട് നോമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് നമുക്ക് കിട്ടൂല. കാരണം ഇപ്പൊ ഈ ഷഅബാന്റെ 15-ാം രാവിന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. 15-ാം രാവിന്റെ പ്രത്യേകത പറയുന്നൊരു ഹദീസ് ഉണ്ട്. അന്ന് അള്ളാഹു എല്ലാവർക്കും, കാരണം ഇയർ ഓഫ് ദി എൻഡ് ആണ്, ഒരു വർഷത്തിന്റെ കണക്ക് നോക്കുന്നതിന്റെ അവസാന സമയമാണ് ഷഅബാൻ മാസം. ഇനി റമളാനോടുകൂടിയാണ് അടുത്ത അമലുകളുടെ ആരംഭം കുറിക്കുന്നത്. കാരണം ലൈലത്തുൽ ഖദറിലാണ് ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ മലക്കുകളെ അറിയിച്ചുകൊണ്ട് ഈ ലോകത്ത് എന്തൊക്കെ നടക്കണം എന്നുള്ളതിന്റെ തുടക്കം മലക്കുകളിലൂടെ ആരംഭിക്കുന്നത് ഈ റമളാൻ മാസത്തിലാണ്.
ഇതിന്റെ ഒരു കൊല്ലത്തെ കണക്ക് പരിശോധിച്ച് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഷഅബാൻ മാസത്തിലാണ്. ഈ ഷഅബാൻ മാസത്തിലെ 15-ാം രാവിലെ അള്ളാഹുവിന്റെ ഒരു ഓഫർ ഉണ്ട്. എല്ലാവർക്കും ഞാൻ മാപ്പ് തരാം, മുഅ്മിനീങ്ങളായ എല്ലാവർക്കും ഞാൻ മാപ്പ് തരാം. പക്ഷെ രണ്ടാൾക്കാർക്ക് കൊടുക്കൂല. ഒന്ന്, ശിർക്ക് മനസ്സിലും ജീവിതത്തിലും കൊണ്ട് നടക്കുന്നവർക്ക്. രണ്ട്, പരസ്പരം പിണങ്ങി പകയുമായി നടക്കുന്നവർക്ക് കിട്ടൂല എന്നാണ്, മാപ്പ് കിട്ടൂല എന്നാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഹദീസ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് റമളാനിലേക്ക് കയറുമ്പോൾ വാപ്പാനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ, ഉമ്മയോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്വന്തം കൂടപ്പിറപ്പിനോട്, സ്വന്തം പെങ്ങന്മാരോട്, അമ്മായിയോട്, അമ്മമാരോട്, നമ്മുടെ എളാപ്പ മുത്താപ്പമാരോട്, കുടുംബാംഗങ്ങളോട്, അയൽവാസികളോട്, തങ്ങളുടെ സമൂഹത്തിലുള്ളവരോട് ആരോടെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ സ്വന്തം അമലിനെ എയറിലാക്കിയിട്ട് ബാക്കിയുള്ളവരോട് എയറും പിടിച്ച് നടക്കണം. അവനാന്റെ അമലുകൾ അവനാൻ നേടിയെടുക്കാനുള്ള മഹാസൗഭാഗ്യത്തിന്റെ സുദിനങ്ങളാണിത്. വളരെ ഗൗരവത്തോടു കൂടി ഒരു വിശ്വാസി പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് തെറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? പിണങ്ങിയിട്ടുണ്ടാവും. ഒരുപാട് വർഷങ്ങളായി ആ പിണക്കം നിലനിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളോടും എന്നോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആരോടെങ്കിലും പിണങ്ങിയ മനസ്സുണ്ടെങ്കിൽ ഈ പിണക്കമുള്ള ഹൃദയം കഴുകി ശുദ്ധീകരിക്കാതെ അള്ളാഹുവിൻ്റെ അടുത്ത് നോമ്പ് വില പോവില്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, അതേപോലെ തന്നെയുള്ള പല കാര്യങ്ങൾക്കും, സാമ്പത്തികമായ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൊക്കെ ഈ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തികളോട് ഹൃദയത്തിൽ അകൽച്ചയും അന്യദാത്വവും പകയും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഹരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, കുറ്റമറ്റ ഒരു നോമ്പ് റഹ്മാനായ റബ്ബേ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും നോറ്റ് പൂർത്തീകരിക്കാനുള്ള ആരോഗ്യവും തൗഫീഖും തരണേ എന്ന് റബ്ബിനോട് യാചിച്ചും പ്രാർത്ഥിച്ചും ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ നോമ്പ് കാലത്തെ വരവേൽക്കണം. അല്ലാഹു നൽകിയ ആയുസ്സിലെ ഏറ്റവും അവസാനത്തെ നോമ്പാണ് എന്ന വിചാരത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കാം. പടച്ച റബ്ബ് നൽകുന്ന പാപമോചനവും നരകമോചനവും സ്വർഗവും റയ്യാനും കസ്തൂരിയുടെ സുഗന്ധവും ഒക്കെ മനസ്സിലോർത്ത് പ്രതിഫലത്തിന്റെ കൂമ്പാരം വന്നു കിട്ടുന്നത് സ്വപ്നം കണ്ട് പടച്ച റബ്ബിന്റെ തിരുവചന ദർശനം സാധ്യമാകുന്ന മഹാ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് പുണ്യ റമളാനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മക്കും തൗഫീഖേകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കൽപ്പന പാലിക്കാനുള്ള ഈമാനും ഇഖ്ലാസും നിലനിർത്തി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നോമ്പ് കൊണ്ട് വിജയിച്ച് കയറുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ഒരുപാട് തെറ്റുകളുണ്ട്, അത് ഞങ്ങളോട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണമേ ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കണമേ നിന്റെ മുന്നിൽ പൂർണ്ണമായ രൂപത്തിൽ ഈ നോമ്പുകാലം പൂർത്തീകരിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ തിന്മകളോട് വിട പറഞ്ഞ്, തിന്മകളോട് രാജി പറഞ്ഞ്, നന്മയുടെ ഓരം ചേർന്ന് നന്മയുടെ കൂട്ടുകാരുമായി സഹവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചവർ അവർ പാവങ്ങളാണ്. ഒരു പ്രാർത്ഥനയിലും അവരെ മറക്കാൻ കഴിയൂല. ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഞങ്ങളുടെ ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുകൾ, ഇഷ്ടഭാജനങ്ങൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങളുണ്ട്, അവരെ നീ സഹായിക്കണമേ അവരെ ഉപദ്രവിക്കുന്നവരെ നീ അടക്കി നിർത്തണമേ അല്ലാഹുവേ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ ജീവിത പരിസമാപ്തിയിൽ സ്വർഗം നേടിയ മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ اللهم ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله.